good evening. Welcome back. Last we PYQ question discussion principles of inheritance and variation ആണ് ഡിസ്കസ് ചെയ്തത്. നമ്മുടെ പ്രീവിയസ് ഇയറിലെ അടിപൊളി കിഡിലം ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട് സെറ്റായാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലാസ് 11ലെ വൺ ഓഫ് ആൻ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആയ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ഓർഗാനിസം ആണ്. നമ്മൾ ഇത് നീറ്റിന് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഓൺ ആൻ ആവറേജ് ഗെറ്റ് 3 ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ചാപ്റ്റർ. 3 to 4 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്നാലും മോസ്റ്റ്ലി 3 ആണ് നമ്മളിവിടെ കാണാം. അപ്പോൾ 3 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 3 into 4 12 മാർക്സ് യു ക്യാൻ ഗെറ്റ് ഫ്രം ദിസ് ചാപ്റ്റർ അലോൺ. പിന്നെ ഏറ്റവും അധികം കുട്ടികളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ. കാരണം സ്കൂളിൽ പഠിച്ചപ്പോൾ നമ്മൾ ഫ്രോഗ് പഠിച്ചില്ല. ഇപ്പം NCERTയിൽ ഫ്രോഗേ ഉള്ളൂ. നമ്മൾ കോക്രോച്ച് പഠിക്കാതെ സ്കൂളിൽ നിന്ന് എത്തി. അങ്ങനെ ആകെ മൊത്തം നമ്മളെ അജഗജാന്തരം കൺഫ്യൂസ് ചെയ്യുന്ന ഈ ചാപ്റ്ററിൽ ആസ് പെർ ടിൽ നൗ എന്ന് നമുക്ക് പറയാം ഇതുവരെ ഇല്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ നീറ്റ് സിലബസിൽ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പം നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷത്തെ നീറ്റ് സിലബസ് അനുസരിച്ച് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ആനിമൽ ടിഷ്യൂ, കോക്രോച്ച് ആൻഡ് ഫ്രോഗ്. ഇത് രസമാണ് ഈ സിലബസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പറയുമ്പോൾ നമുക്ക് ആനിമൽ ടിഷ്യൂ കൊടുത്തിട്ടുണ്ട്, ഫ്രോഗ് എന്ന് കൊടുത്തിട്ട് ഫ്രോഗിൻ്റെ ബ്രാക്കറ്റിൽ ഇൻസെക്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം ഇൻസെക്റ്റ് ഇവിടെ ഒരു കോക്രോച്ച് ആണ്, ഫ്രോഗ് ഒരിക്കലും എന്നല്ല, ഇൻസെക്റ്റ് അല്ല. അങ്ങനെ നമ്മൾ ഈ ചാപ്റ്ററിലെ 3 പാർട്ടായ ആനിമൽ ടിഷ്യൂ, കോക്രോച്ച്, ഫ്രോഗ് പഠിക്കാൻ കമ്മിറ്റഡ് ആയി മാറിയിരിക്കുന്നു. ഭാഗ്യത്തിന് ഇതിലുള്ള എർത്ത് വേം എന്ന് പറയുന്ന ഒരു പാർട്ടില്ല. അപ്പോൾ ഓൾഡ് NCERT ഒക്കെ പഠിക്കുന്നുള്ളവർക്ക് അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവർക്ക് അതിലൊരു എർത്ത് വേം എന്ന് പറയുന്ന പാർട്ട് കാണാം. അത് ഭാഗ്യത്തിനില്ല എന്ന് പറഞ്ഞാൽ അത് പണ്ട് തൊട്ടേ ഉള്ള നീറ്റിന് ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2020 ഒക്കെ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ കണ്ടത് എർത്ത് വേം എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ടോപ്പിക് ഡിസ്കഷൻ അല്ലെ, ഒരു ക്യൂക്ക് ഈസി മൈൻഡ് മാപ്പ്, അതിനുശേഷം ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഹായ് ഹലോ ഗുഡ് ഈവനിങ് ഗൈസ്, ഗുഡ് ഈവനിങ് ആൽഫ. എല്ലാവരും എത്തിക്കോട്ടെ വിചാരിച്ചാണ് ഞാൻ. ഹായ് അസ്ന, ഹായ് പുണ്യ, ഹായ് ഫിലിയ ബി ഷാരൻ അല്ലേ, ഹായ് ഷിഫ. അപ്പോൾ എല്ലാവർക്കും ബിഗ് ഹായ്. അപ്പോൾ ഫസ്റ്റ് ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ 3 ടോപ്പിക്ക് നമുക്ക് പഠിക്കണം. അതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് തിങ്. തലയിൽ ഇരിക്കുന്നില്ല ആൽഫ, നമുക്ക് സെറ്റാക്കാം. തലയിരിക്കാത്തതാണ് ഇവിടെ പ്രശ്നം, നമുക്ക് സെറ്റാക്കി കൂടെ, നമ്മളിവിടെ ഇല്ലേ. അപ്പോൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട്, അതുകൊണ്ടാണ് മൈൻഡ് മാപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നാൽ ഇഫ് യു സ്റ്റഡി ദിസ് ചാപ്റ്റർ യു ഡോണ്ട് ഗെറ്റ് എനിത്തിങ് റോങ്. നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാ ചാപ്റ്ററും അതുപോലെയല്ല. ഇപ്പം ഞാൻ പറയുകയാണ് നിങ്ങളടുത്ത് നിങ്ങൾ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. യെസ്, നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബട്ട് ദർ ഇസ് എ സ്മോൾ ഫാക്ട് ലൈക്ക് ദർ ക്യാൻ ബി സം ട്വിസ്റ്റി ക്വസ്റ്റ്യൻസ് അല്ലെ. ചിലപ്പോൾ നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നേച്ച് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരാം. കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കൺസെപ്റ്റ് നല്ല ക്ലാരിറ്റി ഉണ്ട്, എന്നാലും ചിലപ്പോൾ നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്യിക്കാം. ഈ ചാപ്റ്ററിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് വൺസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റില്ല. കാരണം ഇതിലെല്ലാം തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഡയറക്റ്റ് ഇപ്പോൾ കോക്രോച്ചിൻ്റെ പാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡൗട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡൗട്ട് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ഒരിക്കലും മിസ്സാക്കരുത്. കാരണം ഷോർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഇതിൽ കോക്രോച്ചും ഫ്രോഗും എങ്ങനെ ഈസി ആയിട്ട് പഠിക്കണമെന്നൊക്കെ മിസ് മൈൻഡ് മാപ്പ് പറയുമ്പോൾ പറയൂട്ടോ. അപ്പോൾ ഞാൻ നേരെ നമ്മുടെ സമയമൊന്നും കളയാതെ മൈൻഡ് മാപ്പിലേക്കാണ് പോകുന്നത്. സോ ടോപ്പിക്സ് ഓഫ് ഡിസ്കഷൻ ടിഷ്യൂ, കോക്രോച്ച് ആൻഡ് ഫ്രോഗ്. സ്റ്റാർട്ടിങ് വിത്ത് ടിഷ്യൂ. ആദ്യം ടിഷ്യൂവിൽ നമ്മൾ അറിയാനുള്ളത് വാട്ട് ഈസ് ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം. ടിഷ്യൂ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസ് വിച്ച് ആർ സിമിലർ സെൽസ്, നോട്ട് സെയിം സെൽസ്. സെയിം സെൽ തന്നെ വരണമെന്നില്ല. ബ്ലഡ് ഇറ്റ് ഇസ് എ ടിഷ്യൂ, യു ഹാവ് RBC, WBC, platelets. So they are similar cells. They have a common origin like bone marrow and they together perform a particular function. ഒരു ജോലി അവർ ഒന്നിച്ച് ചെയ്യും. അപ്പോൾ എന്താ ഉപയോഗം, they have division of labor അല്ലേ. ജോലി ഇങ്ങനെ പകുതിയായിട്ട് ചെയ്യാം, അപ്പോൾ എളുപ്പം ചെയ്ത് തീർക്കാൻ പറ്റും. ഓർഗൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഡിസിമിലർ ടിഷ്യൂ ചേർന്നാണ് ഓർഗൻ ഉണ്ടാവുന്നത്. യുവർ ഹാൻഡ് ഇസ് എൻ ഓർഗൻ. യു ഹാവ് മസ്കുലർ ടിഷ്യൂ, എപ്പിത്തീലിയൽ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ.
Then you have organ system where you have different organs doing or performing a particular function. അപ്പോൾ ഇതിൽ തന്നെ ടിഷ്യൂ പാർട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, വിച്ച് ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു 4 types: എപ്പിത്തീലിയൽ, കണക്റ്റീവ്, മസ്കുലർ, നെർവസ് ടിഷ്യൂ. ആദ്യം തന്നെ ഇവരെല്ലാവരെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പിത്തീലിയം എന്ന് പറയുന്ന കവറിംഗ് ടിഷ്യൂ ആണ്. കവർ എന്ന് പറഞ്ഞാൽ വെളിയിൽ മാത്രമല്ല, ഇന്റേണൽ കവറിംഗ്, ഓർഗൻ കവറിങ്സ് ആൻഡ് ഈവൻ ഔട്ട്സൈഡ് കവറിംഗ്. കണക്റ്റീവ് ടിഷ്യൂ എല്ലാ ടിഷ്യൂവിനെയും കണക്ട് ചെയ്യുന്നത് ഇവരാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ലാർജസ്റ്റ് ടിഷ്യൂ കണക്റ്റീവ് ടിഷ്യൂ ആണ്. Then you have muscular tissue, contract ചെയ്യുക, റിലാക്സ് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യുക. യെസ്, ദേ ഡു ദിസ് ഫംഗ്ഷൻ. ആൻഡ് ദെൻ യു ഹാവ് നെർവസ് ടിഷ്യൂ. ഇതാണ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ പെർഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുക എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ കുറിച്ചാണ്. എപ്പിത്തീലിയ ഇവരാണ് നമ്മുടെ കവർ അല്ലേ. അപ്പോൺ സംതിങ്, എന്തിൻ്റെയെങ്കിലും മുകളിലിരിക്കുന്നവരാണ് ഇവർ. ഇവര് കവറുകളായതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും കവറിൽ ഒരു ഊട്ട പ്രതീക്ഷിക്കുന്നില്ല. സോ സെൽസ് ആർ വെരി ടൈറ്റ്ലി പാക്ഡ്, നോ ഓർ ലെസ് ഇൻ ദ സെല്ലുലാർ സ്പേസ്. അതുകൊണ്ട് തന്നെ ഇതിനിടയ്ക്ക് ബ്ലഡ് വെസൽസിനൊന്നും എൻ്റർ ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി ദേ ഗെറ്റ് നറിഷ്മെന്റ് ഫ്രം ദ കണക്റ്റീവ് ടിഷ്യൂ ബിലോ ദ. ഇവരിയ്ക്കുന്നത് ഒരു ബേസ്മെന്റ് മെംബ്രെയിനിലാണ്, അതിൻ്റെ താഴെ കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതിന്നാണ് ഇത് നറിഷ്മെന്റ് വാങ്ങുന്നത്. ഇനി നറിഷ്മെന്റ് വാങ്ങിയാലോ ഇപ്പോൾ ഒരാൾക്ക് കിട്ടിയാൽ ബാക്കിയുള്ളവർക്ക് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കണം എന്നൊരു നല്ല മനസ്സുള്ളവരാണ്. സോ ദേ ഹാവ് സെൽ ജംഗ്ഷൻസ് ഇൻ ദ ടൈറ്റ് ജംഗ്ഷൻ, ഗ്യാപ് ജംഗ്ഷൻ, അഡറിംഗ് ജംഗ്ഷൻ. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ടൈറ്റ് ജംഗ്ഷൻ എങ്ങനെയാണ്, അടി കൂടുന്ന നൈബേഴ്സിനെ പോലെയാണല്ലേ. അവർ രണ്ടുപേരും ഒരിക്കലും ഒരു സാധനം എക്സ്ചേഞ്ച് ചെയ്യില്ല. ഗ്യാപ് ജംഗ്ഷൻ ദേ ആക്ച്വലി എക്സ്ചേഞ്ച് സം സബ്സ്റ്റൻസസ്. ആൻഡ് അഡറിംഗ് ജംഗ്ഷൻ എന്ത് ചെയ്യും, ഇവരെ ഒട്ടിപ്പിടിച്ച് സെൽ ടു സെല്ലും സെൽ ടു ബേസ്മെന്റ് മെമ്പറൈനും ഒട്ടിപ്പിടിച്ചിരിക്കാൻ സഹായിക്കും. So to start with epithelial tissue, epithelial tissue ne we classify them into simple compound tissue. Simple tissue എന്ന് പറഞ്ഞാൽ single layer of cell, compound tissue എന്ന് പറഞ്ഞാൽ multiple layer of cell. What is the function of compound epithelium? പെട്ടെന്ന് എല്ലാവരും വന്നിട്ട് what is the function of compound epithelium? Compound എന്ന് പറഞ്ഞാൽ stratified എന്ന് വിളിക്കും. You have many layers of cell. Compound epitheliumത്തിന്റെ function എന്താ? They actually protect our body. അല്ല, നമ്മുടെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യും ഫ്രം കെമിക്കൽസ് ആൻഡ് മെക്കാനിക്കൽ സ്ട്രെസ്. സിമ്പിൾ എപ്പിത്തീലിയത്തിനെ ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ഓഫ് ദ സെൽ, സ്ക്വാമസ്, മീൻ ചെതുമ്പൽ പോലത്തെ തിൻ സെൽസ്, ഭയങ്കര തിന്നാണ്. ഡിഫ്യൂഷൻ നടക്കുന്ന സർഫസസ് ആണ്. സോ ഡിഫ്യൂഷൻ നടക്കുന്നത് ആൽവിയോളായി, എൻഡോത്തീലിയം, ബ്ലഡ് വെസൽസിന്റെ, കാപ്പിലറീസിന്റെ ലൈനിങ് എക്സെട്ര. നൗ യു ഹാവ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ക്യൂബ് ഷേപ്പ് സെൽസ് ആണ്, സെൻട്രൽ ന്യൂക്ലിയസ് ആണ്. ഇവരാണ് PCT, DCT, ഡക്റ്റിലൊക്കെ കാണാം. ഇനി കൊളുമിനാർ എപ്പിത്തീലിയം കുറച്ചുകൂടെ ലോങ് സെൽസ് ആണ്, ബേസിൽ ന്യൂക്ലിയസ് ആണ്. ഇവരും സെക്രീഷനും അബ്സോർപ്ഷനും ആണ്. ഇവർ നോർമലി സ്റ്റൊമക്കിലും സ്മോൾ ഇൻഡസ്ട്രിയിലും അബ്സോർപ്ഷനും സഹായിക്കുന്ന മൈക്രോവിലായി സെല്ലുകൾ കൊളുമിനാർ സെൽസ് ആണ്. ദെൻ ഇവരുടെ തന്നെ മോഡിഫിക്കേഷൻ, എയ്തർ ക്യൂബോയിഡൽ അല്ലെങ്കിൽ കോളുമിനാറിന്റെ മോഡിഫിക്കേഷൻ ആണ് സിലിയേറ്റഡ് എപ്പിത്തീലിയം. ഇവര് മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസിന് സഹായിക്കും. ഫോർ എക്സാമ്പിൾ ഓവത്തിന്റെ മൂവ്മെന്റ് ഇൻ ഫിലോപ്പിയൻ ട്യൂബ് ആൻഡ് ട്രക്കിയയിലും ബ്രോങ്കിയിലും ഉള്ള മ്യൂക്കസ് മൂവ്മെന്റിനൊക്കെ സഹായിക്കുന്നത് സിലിയേറ്റഡ് എപ്പിത്തീലിയം. സോ ഈച്ച് ഓഫ് ദി സെൽസ്, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ആൻഡ് വേർ ആർ ദേ ലൊക്കേറ്റഡ്, ഇമ്പോർട്ടൻറ്റ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഏരിയ ആണ്. ഇനി കോമ്പൗണ്ട് എപ്പിത്തീലിയം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെരി 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 ഗുഡ് ഗൈസ്. യെസ്, മൾട്ടിപ്പിൾ ലെയർ ഓഫ് സെൽസ് ഉണ്ട്, പ്രൊട്ടക്ഷന് വേണ്ടിയാണ് സഹായിക്കുക. ഇതാണ് നമ്മൾ സ്കിന്നില്, നെയിലില്, ഹെയറില്, ഓറൽ ക്യാവിറ്റിയില്, ഫാരിങ്സിലൊക്കെ കാണാം. ഇനി ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം ഉണ്ട്. ഇവരുടെ ജോലി സെക്രീഷൻ ആണ്. യൂണിസെല്ലുലാർ, മൾട്ടി സെല്ലുലാർ, ഒരു സെല്ല് മൾട്ടിപ്പിൾ സെൽസ് ഉള്ളത് എക്സോക്രൈൻ, എൻഡോക്രൈൻ. ഓക്കെ, എക്സോക്രൈൻ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡേക്ക് സെക്രീറ്റ് ചെയ്യും. എൻഡോക്രൈൻ എന്ന് പറഞ്ഞാൽ ഡക്ലെസ് ഗ്ലാൻസ് ആണ്, നിങ്ങൾക്കറിയാം. യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഗ്ലാൻഡുലാർ ടിഷ്യൂ ആണ് ഗോബ്ലെറ്റ് സെൽസ്. മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഗ്ലാൻസ് ആണ് യെസ് ട്യൂബോയിഡൽ കോളുമിനാറിന്റെ തന്നെ മോഡിഫിക്കേഷൻ ആണ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം, എസ് ആൽഫ. കാരണം അവർക്കാണ് അബ്സോർപ്ഷൻ സെക്രീഷൻ ഫംഗ്ഷൻ ഉള്ളത്. മൾട്ടി സെല്ലുലാർ ഗ്ലാൻസ് നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, സ്വെറ്റ് ഗ്ലാൻഡ്, സലിവറി ഗ്ലാൻഡ്, എക്സെട്ര. ഇനി നേരെ പോകുന്നു ടുവേർഡ്സ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂ എല്ലാവർക്കും ക്ലിയർ അല്ലേടാ? ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് എപ്പിത്തീലിയൽ ടിഷ്യൂ ക്യാരക്ടേഴ്സ്, സെൽ ജംഗ്ഷൻസ്, ക്ലാസിഫിക്കേഷൻ, സിമ്പിൾ, കോമ്പൗണ്ട്, ഗ്ലാൻഡുലാർ. ഗ്ലാൻഡുലാർ എന്ന് പറയുന്നത് സിമ്പിൾ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയാത്തത്. സിമ്പിളിൽ ബേസ്ഡ് ഓൺ ദ ഷേപ്പ്, സ്ക്വാമസ്, ക്യൂബോയിഡൽ, കോളുമിനാർ. ഇതാണ് ബേസ്ഡ് ഓൺ ദ ഷേപ്പ്, മൂന്നേ ഉള്ളൂ. സീലിയേറ്റഡ് അതിന്റെ മോഡിഫിക്കേഷൻ ആണ്. ദെൻ വി ഹാവ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. ദെൻ വി ഹാവ് യെസ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം, യൂണിസെല്ലുലാർ, മൾട്ടി സെല്ലുലാർ,
യു ഹാവ് മൾട്ടിസെല്ലുലാർ തന്നെ എക്സോക്രൈൻ, എൻഡോക്രൈൻ. ക്ലിയർ ആയിട്ട്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പോകുന്നു ടു ദ കണക്റ്റീവ് ടിഷ്യൂ പാർട്ട്. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മറ്റുള്ള എല്ലാ ടിഷ്യൂവിനും കണക്ട് ചെയ്യുന്ന ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ള ടിഷ്യൂ ആണ് നമ്മുടെ ബോഡിയിലെ കണക്റ്റീവ് ടിഷ്യൂ. ഇവരുടെ പ്രത്യേകത, ഇവർ ഒരു ഏതാണ് സേമിയ പായസം പോലെയാണെന്ന് നമുക്ക് പറയാം. സേമിയ പായസത്തിലെ സേമിയാണ് ഇതിലെ ഫൈബേഴ്സ്, ഇതിലെ നട്ട്സ് ആണ് ഇതിലെ സെല്ലുകൾ, ആൻഡ് ഇൻ ബിറ്റ്വീൻ നമുക്ക് എന്തുണ്ട്, പാല് പോലത്തെ മ്യൂക്കോപോളിസാക്കറൈഡ് മാട്രിക്സ്. സോ യു ബേസിക്കലി ഹാവ് എ സെൽ ഫൈബ്രോബ്ലാസ്റ്റ്. ഇറ്റ് പ്രൊഡ്യൂസ് ഫൈബർ, കൊളാജൻ, എലാസ്റ്റിൻ, and it has a matrix mucopolysaccharide. Okay, ഇനി കണക്സോൺസ് എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് ജംഗ്ഷൻസിനെ കണക്ട് ചെയ്യുന്ന സ്ട്രക്ചേഴ്സിനെയാണ് കണക്സോൺസ് എന്ന് പറയുക, വിച്ച് ആക്ച്വലി ഹെൽപ്സ് ടു മൂവ് സം അയോൺസ് ഇൻ ബിറ്റ്വീൻ ദം, വിച്ച് ഇസ് നോട്ട് ദെയർ ഇൻ NCERT. അതുകൊണ്ടാണ് മിസ് അത് എക്സ്പ്ലെയിൻ ചെയ്യാതെ വിട്ടത്. ഇനി കണക്റ്റീവ് ടിഷ്യൂനെ നമ്മൾ മൂന്നായി ക്ലാസിഫൈ ചെയ്യും: ലൂസ്, ഡെൻസ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ല പണ്ട് വെള്ളം കൂടിയ പായസം പോലെ, സേമിയ കുറവ്, ഫൈബർ കുറവ്, മാട്രിക്സ് കൂടുതൽ, സെൽസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലെസ് ഫൈബർ മോർ മാട്രിക്സ് ഉള്ളതാണ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. യു ഹാവ് അഡിപ്പോസ്, ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ. ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ അവിടെ ലെസ് മാട്രിക്സ് കുറയുന്നു, ഫൈബേഴ്സ് കൂടുന്നു. അതിൽ തന്നെ റെഗുലർ, ഇറഗുലർ ഉണ്ട്. റെഗുലറിൽ തന്നെ ടെൻറ്റനും ലിഗമെന്റും ഉണ്ട്. സ്പെഷ്യലൈസ്ഡ് ആകുമ്പോൾ ഇതിനൊക്കെ വ്യത്യാസമാണ്. മാട്രിക്സ് കട്ട പിടിച്ച് കരിഞ്ഞു പോയതാണ് സ്കെലിറ്റൻ. ഫൈബറേ ഇടാൻ മറന്നുപോയെങ്കിൽ അത് ഫ്ലൂയിഡ്, ബ്ലഡ് ആൻഡ് ലിംഫ്. ഇനി നമുക്ക് ലൂസ് കണക്റ്റീവ് ടിഷ്യൂയിലൂടെ തുടങ്ങാം. ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ. ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ സ്ട്രക്ചർ ഈ ഒരു ഡയഗ്രമാണ് നമുക്ക് നീറ്റിന് സാധാരണ ലേബലിംഗ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്ന ഫൈബ്രോബ്ലാസ്റ്റ് സെൽ, ദേ ബണ്ടിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന കൊളാജൻ, നെറ്റ്വർക്കായി പോകുന്ന എലാസ്റ്റിൻ. ഇതിന് പുറമെ നമുക്ക് WBC സെൽസിനെ മോസ്റ്റ്ലി ഇവിടെ കാണാം. സോ യു ക്യാൻ സീ ന്യൂട്രോഫിൽസ്, യു ക്യാൻ സീ ഇസ്നോഫിൽസ് വിച്ച് ഇസ് ഫൗണ്ട് ആസ് മാസ് സെൽസ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. മാക്രോഫേജസ് എന്ന് പറയുന്നത് മോണോസൈറ്റ് സെൽസിന്റെ മോഡിഫിക്കേഷൻ ആണ്. ലിംഫോസൈറ്റ്സ്, ഇതൊക്കെ കാണാൻ പറ്റും. സോ നമുക്ക് ബേസോഫിൽസ്, ഇസ്നോഫിൽസിന് വരെ മാസൽസ് കാണും. ബേസോഫിൽസിന് വരെ മാസൽസ് കാണും, ഇസ്നോഫിൽസ് കാണും, ന്യൂട്രോഫിൽസ് കാണും, പിന്നെ ലിംഫോസൈറ്റ്സ് കാണും. മോണോസൈറ്റിന് പകരം മാക്രോഫേജസ് കാണും. ഓക്കെ അല്ലേ? ഇതിന് പുറമെ നിങ്ങൾക്ക് അഡിപ്പോസൈറ്റ് സെൽസും ബ്ലഡ് വെസൽസും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് അഡിപ്പോസൈറ്റ് സെൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സെല്ലുകളാണ് പെരിഫറലി ന്യൂക്ലിയസിനെ തള്ളി വെച്ചിരിക്കുന്ന ഈ സെല്ലുകളെയാണ് നമ്മൾ അഡിപ്പോസൈറ്റ്സ് എന്ന് പറയുക. ആൻഡ് ദേ ആക്ച്വലി സ്റ്റോർ ഫാറ്റ് ഇൻസൈഡ് ദം. ഫാറ്റ് വാക്യൂൾസിനെ സ്റ്റോർ ചെയ്യുന്നവരാണ് അഡിപ്പോസൈറ്റ് സെൽസ്. അപ്പോൾ ലൂസ് കഴിഞ്ഞ് ഡെൻസിലേക്ക് എത്തുമ്പോൾ റെഗുലർ, ഇറഗുലർ ഞാനൊന്നും പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. നമ്മുടെ വീട്ടിൽ നമ്മുടെ അലമാരി ഇരിക്കുന്ന പോലെയാണ് ഇറഗുലർ എന്ന് പറഞ്ഞാൽ എല്ലാ തുണിയും അങ്ങും ഇങ്ങും വലിച്ചു വാരിയിട്ടേക്കും അമ്മ അടുക്കി വെച്ചേക്കുന്ന പോലെയാണ് റെഗുലർ. സോ ഇറഗുലർ എന്ന് പറഞ്ഞാൽ ഫൈബേഴ്സ് ആർ ലൈക്ക് സ്റ്റോക്ക് ലൈക്ക് ദിസ്. റെഗുലർ എന്ന് പറഞ്ഞാൽ ദേ ആർ ലൈക്ക് റെഗുലർലി അറേഞ്ച്ഡ്. അപ്പോൾ റെഗുലറും ഉണ്ട്, ഇറഗുലറും ഉണ്ട്. ഡെൻസ് ഇറഗുലർ സ്കിന്നാണ് എക്സാമ്പിൾ. ഡെൻസ് റെഗുലർ രണ്ട് ടൈപ്പ്, ടെൻറ്റനും ലിഗമെന്റും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ടെൻറ്റൻ ലിഗമെന്റ് ഡിഫറൻസ്. ടെൻറ്റൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ടൈറ്റ് ആയിട്ടുള്ളവരാണ്, കൊളാജൻ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നവരാണ്. ഇറ്റ് കണക്ട് എ ബോൺ ടു എ മസിൽ. ബോണിൽ നിന്ന് ഒരു മസിലിനെ വിട്ടെടുക്കാൻ അത്ര എളുപ്പമല്ല. പക്ഷെ ബോൺ ടു ബോൺ ഉള്ള ഇതാണ് ലിഗമെന്റ്. ലൂസാണ്, എലാസ്റ്റിൻ ഫൈബേഴ്സ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൊളാജൻ വെച്ചുണ്ടാക്കിയിരിക്കുന്നതാണ് ടെൻറ്റൻ, എലാസ്റ്റിൻ വെച്ചാണ് ലിഗമെന്റ്. ടെൻറ്റൻ ടൈറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ലിഗമെന്റ് ലൂസാണ്. ബിറ്റ്വീൻ ബോൺസ് ആണ് ലിഗമെന്റ്, ബിറ്റ്വീൻ ബോൺ ആൻഡ് മസിനാണ് ടെൻറ്റൻ വരും. ദെൻ യു ഹാവ് സ്കെലിറ്റൽ കണക്റ്റീവ് ടിഷ്യൂ. സ്പെഷ്യലൈസ്ഡിൽ ആദ്യത്തെ ആളാണ് സ്കെലിറ്റൽ കണക്റ്റീവ് ടിഷ്യൂ. അവിടെ നമുക്ക് എന്തുകൊണ്ട് ഫ്ലൂയിഡും ഉണ്ട്, ഫൈബേഴ്സ് ഇല്ലാത്തത്. പക്ഷെ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട. ഓക്കെ അല്ലേ? ഫൈബേഴ്സ് ഇല്ല ടെൻറ്റൻ. ഇപ്പം നമ്മുടെ ബ്ലഡിനെ കുറിച്ചാണെങ്കിൽ നോ ഫൈബർ, ബ്ലഡും ലിംഫും ആണ് ഫ്ലൂയിഡിൽ വരിക. സ്കെലിറ്റലിൽ നമുക്ക് ബോണും കാർട്ടിലേജും ഉണ്ട്. കാർട്ടിലേജ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെയുള്ള സെല്ലുകൾ, അവിടുത്തെ ആദ്യം മാട്രിക്സ് ആണ്. മാട്രിക്സ് സോളിഡ് ആണെങ്കിലും ബോണിൻ്റെയും കാർട്ടിലേജിൻ്റെയും മാട്രിക്സ് ഡിഫറെൻ്റ് ആണ്. കാർട്ടിലേജിൻ്റെ മാട്രിക്സ് പ്ലാസ്റ്റിക് പോലെയാണെന്ന് ഞാൻ പറയും. പ്ലയബിൾ ആണ്, പ്ലയബിൾ. നമുക്കിങ്ങനെ എന്ത് ചെയ്യാം? ഫ്ലെക്സിബിൾ ആണ്, പ്ലയബിൾ ആണ്, കംപ്രസിബിൾ ആണ്. നമുക്കിങ്ങനെ പ്രഷർ കൊടുത്താൽ കംപ്രസ് ചെയ്യാൻ പറ്റും. പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ചവിട്ടി നമുക്കിങ്ങനെ ഞൽക്കാൻ പറ്റും. കംപ്രസിബിൾ ആണ്, പ്ലയബിൾ ആയിട്ടുള്ള മാട്രിക്സ് ആണുള്ളത്. കോൺട്രോട്ടിൻ സോൾട്ട് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലുള്ള
സെല്ലുകൾ ലാക്കുണെ എന്ന് പറയുന്ന സ്പേസിലാണ് ഇരിക്കുന്ന ആ സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന കോൺഡ്രോസൈറ്റുകൾ എന്നാണ്. ഇയർ പിന്ന, നോസിന്റെ ടിപ്പ്, ആർട്ടിക്കുലർ കാർട്ടിലേജ്, 2 ബോണിനിടയ്ക്കുള്ള കാർട്ടിലേജ് ഒക്കെ. യെസ്, ലിംഫ് ഇസ് ഓൾസോ സ്പെഷ്യലൈസ്ഡ് ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, ഇനി നമുക്ക് ബോണാണ്. ബോൺ എന്ന് പറയുമ്പോൾ അതിന്റെ മാട്രിക്സ് പൊട്ടും, ബോൺ ചവിട്ടിയാൽ പൊട്ടും അല്ലെ. അത് കുറച്ച് ഹാർഡാണ്, നോൺ പ്ലയബിൾ, ഫ്ലെക്സിബിൾ അല്ല, നോൺ കംപ്രസിബിൾ. കംപ്രസ് ചെയ്താൽ പൊട്ടിപ്പോ, കംപ്രസ് ചെയ്താൽ പൊട്ടും. നോൺ കംപ്രസിബിൾ ആണ്, നോൺ പ്ലയബിൾ ആണ്, ഫ്ലെക്സിബിൾ അല്ല, ഹാർഡാണ്. കാരണം ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒസീൻ എന്ന് പറയുന്ന പ്രോട്ടീനും അതുപോലെ തന്നെ കാൽസ്യം സോൾട്ടുകൾ കൊണ്ടാണ്. ഈ മിനറലിന്റെ കണ്ടന്റ് കൂടുന്നതുകൊണ്ടാണ് ഇത് ബ്രേക്കബിൾ ആയി മാറുന്നത്. ഇവിടെ നമുക്ക് ലാക്യുന ഉണ്ട്. ലാക്യുനയിലുള്ള സെല്ലുകൾ ഓസ്റ്റിയോസൈറ്റ് സെൽസ് ആണ്. ബോൺ സെൽസിന്റെ പേരാണ് ഓസ്റ്റിയോസൈറ്റ്സ്. അപ്പൊ ഇത്രയും പറയുമ്പോൾ ഏത് കഴിഞ്ഞു? നമ്മളുടെ കണക്റ്റീവ് ടിഷ്യൂ കഴിഞ്ഞു. കണക്റ്റീവ് ടിഷ്യൂ എനി ഡൗട്ട്? കണക്റ്റീവ് ടിഷ്യൂല് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ബേസിക്കലി കണക്റ്റീവ് ടിഷ്യൂല് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് മാട്രിക്സ്, ഫൈബർ സെൽ, ലൂസ്, അഡിപ്പോസ് ഏരിയോളാർ, ഡെൻസ്, റെഗുലർ, ഇറഗുലർ, ഇറഗുലറിൽ തന്നെ ടെൻറ്റൻ ലിഗമെന്റ്, ദെൻ സ്പെഷ്യലൈസ്ഡ്, സ്കെലിറ്റൽ, ഫ്ലൂയിഡ്, സ്കെലിറ്റലിൽ തന്നെ ബോണ്, കാർട്ടിലേജ്. സെറ്റ്? നോ ഡൗട്ട്. അപ്പൊ നമ്മൾ പോകുന്നു ടു ദ തേർഡ് ടൈപ്സ് ഓഫ് ടിഷ്യൂ വിച്ച് ഇസ് മസിൽസ്. മസിൽസ് ബേസിക്കലി 3 തരാണുള്ളത്. സ്കെലിറ്റൽ മസിൽ, കാർഡിയാക് മസിൽ, സ്മൂത്ത് മസിൽ. ഇത് അറിഞ്ഞൂടാ നിങ്ങൾ പറയരുത്, നമ്മൾ വടം വരച്ച് ഒരുപാട് പ്രാവശ്യം പഠിച്ചതാണ് അല്ലേ. നമുക്കറിയാം സ്കെലിറ്റൽ മസിൽ സിലിണ്ട്രിക്കൽ, മൾട്ടി ന്യൂക്ലിയേറ്റഡ് സെൽസ്, സ്ട്രയേറ്റഡ് ആണ്, വോളണ്ടറി, നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നവരാണ്. കാർഡിയാക് സിലിണ്ട്രിക്കൽ ആണ്, യൂണിന്യൂക്ലിയേറ്റഡ്, സ്ട്രയേറ്റഡ്, ബ്രാഞ്ച്ഡ് സെൽസ് ആണ്. അവർ ഇന്റർകലേറ്റഡ് ഡിസ്കിന്റെ സഹായത്തോടു കൂടി കണക്ട് ചെയ്തിരിക്കുന്നു. സോ ദാറ്റ് ദേ ക്യാൻ കോൺട്രാക്ട് ആസ് എ സിംഗിൾ യൂണിറ്റ്. ദെൻ യു ഹാവ് ദി സ്മൂത്ത് മസിൽസ്. സ്മൂത്ത് മസിൽസ് നമ്മുടെ വിസറൽ ഓർഗൻസിലാണ് ഉള്ളത്, ഹോളോ ഓർഗൻസിലാണ്. ലൈക്ക് യു ഹാവ് ദ സ്റ്റൊമക്, അങ്ങനെയുള്ള വിസറൽ ഓർഗൻസിലാണ് നമ്മൾ കാണുന്നത്. ആൻഡ് വി നോ അതെവിടെയാണത്? അപ്പം അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? യെസ്, യു ക്യാൻ സീ ദീസ് ഇൻവോളണ്ടറി മസിൽസ് ആസ് ടാപ്പേർഡ് എൻഡുകളുള്ള മസിലുകളാണ് നമ്മളുടെ ഇൻവോളണ്ടറി മസിൽസ് ആയിട്ട് വരുന്ന ഈ സ്മൂത്ത് മസിൽസ്. അവർക്ക് ഫ്യൂസിഫോം ഷേപ്പാണ് ഉള്ളത്. ഫമീൽ സാറല്ലേ ഇത്? ഓക്കെ അല്ലേ? എഫ് സാർ ഇവിടെ ഉണ്ടല്ലോ. അപ്പം ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ മക്കളെ. അപ്പൊ ടൈപ്പ് ഓഫ് മസിൽസിൽ നമുക്ക് 3 തരം മസിൽസ് ആണ് ഉള്ളത്. സ്കെലിറ്റൽ മസിൽസ്, കാർഡിയാക് മസിൽസ്. ഞാൻ കണ്ടില്ല അവർട്ടൊന്ന്, ഇപ്പോഴാ ശ്രദ്ധിച്ച സാറിന്. ഹായ് സാർ. അപ്പോൾ സ്കെലിറ്റൽ മസിൽസ് ഉണ്ട്, കാർഡിയാക് മസിൽസ് ഉണ്ട്, വിസറൽ മസിൽസ് ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ മസിൽസിന്റെ ക്ലാസിഫിക്കേഷൻ എഗെയിൻ നമ്മൾ പിന്നെയും പഠിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. നമ്മുടെ മസിൽസ് വരുന്ന ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റിലും നമുക്ക് മസിൽസ് പഠിക്കും. ആൻഡ് ദിസ് പാർട്ട് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഫോർ യു. കാരണം ഇതിൽ നിന്ന് നമ്മൾ വളരെ കുഞ്ഞു ടോപ്പിക്കാണ്, വളരെ ചെറുതായിട്ട് സ്ട്രക്ചർ പഠിച്ചാൽ മതി. പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഷോർട്ടായിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. ക്ലിയർ ആണോ? മസിൽസ് ക്ലിയർ ആണോ? സെറ്റ് ആണോ? അപ്പോൾ നമ്മൾ എപ്പിത്തീലിയൽ കഴിഞ്ഞു, കണക്റ്റീവ് ടിഷ്യൂ കഴിഞ്ഞു, മസ്കുലർ ടിഷ്യൂ കഴിഞ്ഞോ? നമുക്ക് നേരെ ന്യൂറൽ ടിഷ്യൂലേക്ക് പോവാം. എഗെയിൻ നെർവസ് സിസ്റ്റം ചാപ്റ്റർ ഉള്ളതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ ഭയങ്കര സ്ട്രെസ് ചെയ്ത് ന്യൂറോണിന്റെ എല്ലാ പാർട്സും ഒന്നും പറയുന്നില്ല. എങ്കിലും നിങ്ങളുടെ ഒരു നോളേജ് അനുസരിച്ച് നിങ്ങൾക്കറിയാം ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്, സെൽ ബോഡി ഉണ്ട്, ആക്സൺ ഉണ്ട്. ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത് കുഞ്ഞ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇൻഫർമേഷൻ നേരെ സെൽ ബോഡിയിലേക്ക് കൊണ്ടുവരുന്നു. സെൽ ബോഡിയിൽ നിന്ന് ഇൻഫർമേഷനെ തിരിച്ചു കൊണ്ടുപോകുന്ന ആളാണ് ആക്സോൺ. ടുവേർഡ്സ് ദ നെക്സ്റ്റ് സെല്ലിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ നിസൽസ് ഗ്രാന്യൂൾസ് സെൽ ബോഡിയിലും ഡെൻഡ്രൈറ്റിലും ഉണ്ട്, ആക്സോണിലില്ല. ആക്സോൺസ് മൈലിനേറ്റഡ് ആവാം. ഇവിടെ ഷ്വാൻ സെൽസ് ഉണ്ടാവും, അതാണ് മൈലിൻ ഷീത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീൻ മൈലിൻ ഷീത്ത് ഉള്ള ഗ്യാപ്പുകളെയാണ് നോട്ട്സ് ഓഫ് റാൻവെയർ എന്ന് പറയുന്നത്. ഈ ഡീറ്റെയിലിംഗ് ഒന്നും ഈ ചാപ്റ്ററിൽ നമുക്ക് കൊടുത്തിട്ടില്ല. ഈ ചാപ്റ്ററിൽ ജസ്റ്റ് ന്യൂറോൺ ഉണ്ട്. ഓൾസോ ന്യൂറൽ ടിഷ്യൂവിൽ ന്യൂറോൺസിനെ സപ്പോർട്ട് ചെയ്യുന്ന ന്യൂറോഗ്ലിയൽ സെൽസ് ഉണ്ട്. ഈ സെൽസിന്റെ പ്രൊട്ടക്ഷൻ, സപ്പോർട്ട് ഒക്കെയാണ് ഫങ്ഷൻ. ആൻഡ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് നമ്മുടെ ബ്രെയിൻ ഉള്ള ന്യൂറൽ ടിഷ്യൂവിലെ മേജർ ഓർഗൻസ് എടുത്തു കഴിഞ്ഞാൽ മോർ ദാൻ ഹാഫ് എന്ന് പറയുന്നത് ന്യൂറോഗ്ലിയൽ സെൽസ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ. മോർ ദാൻ 50% ന്യൂറോഗ്ലിയൽ സെൽസ്. അപ്പൊ ഇത്രയും പറയുമ്പോൾ അവർ ടിഷ്യൂ പാർട്ട് ഈസ് കംപ്ലീറ്റ്.
ടിഷ്യൂല് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കളൊന്ന് ചോദിക്കാം. ടിഷ്യൂ പാർട്ട് ഇസ് കംപ്ലീറ്റ്. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു ഗൈസ്? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നോൺ എക്സൈറ്റബിൾ സെൽസ്, ന്യൂറോഗ്ലിയൽ സെൽസ് നോൺ എക്സൈറ്റബിൾ ആണ്. നമ്മുടെ ബോഡിയിലെ ഏക എക്സൈറ്റബിൾ സെൽസ് ന്യൂറോൺസ് ആണ്. പിന്നെ നമുക്ക് പറയാം സ്കെൽറ്റൽ മസിൽസ് എക്സൈറ്റബിൾ സെൽസ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ മസിൽ കോൺട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എക്സൈറ്റബിൾ സെൽസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇറ്റ്സ് ജസ്റ്റ് യുവർ മസിൽ സെൽസ് ആൻഡ് യുവർ ന്യൂറോൺ, നോ അതർ സെൽസ്. നോൺ ന്യൂറോണൽ സെൽസ് എന്ന് പറഞ്ഞാൽ ന്യൂറോൺ അല്ലാത്ത സെല്ലുകളും ബ്രെയിനിലുണ്ട്. അതാണ് ന്യൂറോഗ്ലിയൽ സെൽസ്. എന്നിട്ട് എക്സൈറ്റബിൾ അല്ലാത്ത സെല്ലുകളും ഉണ്ട്. അയ്യോ അമൃത, നെറ്റ് കുറച്ച് പണിയെന്നോ? സാരില്ലടാ, സാരില്ല. എടാ ഇതൊരു പബ്ലിക് ലൈവ് അല്ലേ, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഒക്കെ ഷെയർ ചെയ്യുക. പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലൈവിന്റെ സ്റ്റാറ്റസ് എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സോ ദാറ്റ് PYQ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എത്തുമ്പോൾ നമുക്ക് ഒരുപാട് പേര് കാണും ഒന്നിച്ച് ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ട് ഷെയർ ചെയ്യാൻ വിട്ടുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നു ടു ദ നെക്സ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, ദാറ്റ് ഇസ് കോക്രോച്ച്. കോക്രോച്ച് മിസ് പറഞ്ഞ പോലെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പാർട്ടാണ്. ഇന്നിപ്പോൾ മിസ് പഠിപ്പിക്കുക നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് ഡയഗ്രാംസ്, ഈ ഒരു മാപ്പ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും. കാരണം കുറച്ച് ഡയഗ്രാംസ് ദാറ്റ് വിൽ കംപ്ലീറ്റ്ലി ഗിവ് യു ആൻ ഐഡിയ ഓഫ് ദ ഹോൾ തിങ്. അപ്പോൾ ഫസ്റ്റ് കോക്രോച്ച്, പെരിപ്ലാനേറ്റ അമേരിക്കാന, കമ്മിങ് അണ്ടർ ദ ക്ലാസ് ഇൻസെക്റ്റ, ഫൈലം ആർത്രോപോഡ. നമുക്കറിയാം നൊക്ടേണൽ ഓംനിവോർ ആണ്. രാത്രി ലൈറ്റ് ഇടുമ്പോഴത്തേക്ക് അവിടെ കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് എന്ത് സാധനവും കടിച്ച് തിന്നുന്ന ജീവികളാണ് അല്ലേടാ. അവരൊരു 0.6 to 7.6 സെന്റിമീറ്റേഴ്സ് ആണ് ഒരു ആവറേജ് ലെങ്ത് എന്ന് പറയുന്നത്. നമുക്ക് ഈ കോക്രോച്ചസിനെ കണ്ടു കഴിഞ്ഞാൽ ദേ ആർ ആർത്രോപോഡ്സ്, മീൻസ് ദേ ആർ കവേർഡ് ബൈ കൈറ്റീൻ്റെ ഔട്ടർ ഷീത്ത്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് സ്ക്ലീറൈറ്റുകൾ എന്നാണ്. ഈ ഷീത്തുകളുടെ ഓരോ സെഗ്മെന്റും സ്ക്ലീറൈറ്റുകളാണ്. അതിന്റെ വെൻട്രൽ സർഫസിൽ, നമുക്ക് സ്റ്റേൺ എവിടെയല്ലേ, വെൻട്രൽ സർഫസിലുള്ളത് സ്റ്റേണൈറ്റ്, ഡോർസൽ സർഫസിലുള്ളത് ടെർഗൈറ്റ്. അതിനെ ഇൻ ബിറ്റ്വീൻ കണക്ട് ചെയ്യുന്ന ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആർത്രോഡിയൽ മെംബ്രെയിൻ ഇൻ ബിറ്റ്വീൻ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവരുടെ ബോഡിയിലെ നമ്മൾ ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ 3 ഭാഗമായിട്ടാണ് ഡിവൈഡ് ചെയ്യുക. സോ മോർഫോളജിക്കലി ഹെഡ് എടുത്ത് നോക്കിയാൽ ഒരു ട്രയാങ്കുലർ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ബോഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇതിരിക്കുക. ഹൈപ്പോനാത്തസ്, മൗത്ത് താഴെയായിട്ടുള്ള സ്ട്രക്ചറാണ്. തലയിൽ എന്ത് കാണാം? ദേ നോക്കടാ, ആന്റിന എന്ന് പറയുന്ന സെൻസിറ്റീവ് ഓർഗൻ, ഒസിലസ് എന്ന് പറയുന്ന ലൈറ്റ് സെൻസിറ്റീവ് ഏരിയ, ആൻഡ് ഒരു മെംബ്രേനിയസ് സോക്കറ്റ് ഉണ്ട്. നമ്മളെ പോലെ ബോഡി സോക്കറ്റ് അല്ല, മെംബ്രേനിയസ് സോക്കറ്റ് ഉണ്ട്. അതിലായിട്ട് കോമ്പൗണ്ട് ആയി കാണാൻ പറ്റും. കോമ്പൗണ്ട് ആയി എന്ന് പറയാൻ കാരണം നിങ്ങൾക്കറിയാം, ഒമിറ്റിഡിയ എന്ന് പറയുന്ന 2000 ഹെക്സഗണൽ യൂണിറ്റ് വെച്ചിട്ടാണ് ഒരു കോമ്പൗണ്ട് ആയി ഫോം ചെയ്യുന്നത്. ഇനി ഇവർക്ക് എന്തുണ്ട്? ദേ ഹാവ് എ മൗത്ത്, ചൂയിങ് ആൻഡ് ഗ്രൈൻഡിങ് മൗത്ത്. സംശയം ഉണ്ടെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും സാധനം വെച്ച് പാറ്റ ഉണ്ടെങ്കിൽ കടിച്ച് കരണ്ട് തിന്നുന്ന ചൂയിങ് ബൈറ്റിംഗ് മൗത്ത് ആണ്. മൗത്തിന്റെ പാട്ട് ചോദിച്ചാൽ അപ്പർ ലിപ് ലേബ്രം, ലോവർ ലിപ് ലേബിയം, മാൻറ്റിബിൾ, ലോവർ മാക്സില. നമ്മളെ തിരിച്ചാണ് കേട്ടോ, നമ്മളേന്ന് തിരിച്ചാണ്. അപ്പർ മാൻറ്റിബിൾ, ലോവർ മാക്സില, ലേബ്രം, ലേബിയം. ഇതിൽ മാക്സിലയിലും അതുപോലെ ലേബിയത്തിലും പാൽപ്പുകൾ, ചെറിയ പ്രൊജക്ഷൻസ് കാണാം. എഗെയിൻ സെൻസിറ്റീവ് ഓർഗൻസ് ആണ് പാൽപ്പുകൾ, ഈ പ്രൊജക്ഷൻസ്. Also you have a tongue, hypopharynx over there. So this is the mouth part. Clear? Then you have the thorax. Thoraxil 3 പാർട്ടാണുള്ളത്. പ്രോതൊറാക്സ്, മീസോതൊറാക്സ്, മെറ്റാതൊറാക്സ്. 3 പാർട്ടിലും ലെഗ് ഉണ്ട്. ഓക്കെ, പ്രോതൊറാക്സ് എക്സ്റ്റെൻഡ് ചെയ്താണ് നെക്ക് ഫോം ചെയ്യുന്നത്, വിച്ച് ഇസ് എ ഫ്ലെക്സിബിൾ നെക്ക്. 360 ഡിഗ്രി ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നിൽക്കുന്ന പാർട്ടിക്ക് നിങ്ങൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ പറ്റും. ഇങ്ങനെയല്ല, ഫുള്ളായിട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റും. എനിക്കത് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ്സ് ഹാവിങ് എ ഫ്ലെക്സിബിൾ നെക്ക് വിച്ച് ഇസ് എൻ എക്സ്റ്റെൻഷൻ ഓഫ് പ്രോതൊറാക്സ്. മീസോതൊറാക്സ്, മെറ്റാതൊറാക്സ് നോക്കുമ്പോൾ ഇവിടെ 2 ഭാഗത്തും വിങ്സ് ഉണ്ട്. മീസോതൊറാക്സിൽ ഉള്ളതാണ് കട്ടിയുള്ള ലെതറി ഒപ്പേക്ക് ടെക്മീന എന്ന് പറയുന്ന വിങ്. ഇത് ഫ്ലൈറ്റിനല്ല, പ്രൊട്ടക്ഷൻ ആണ്. ഹൈൻ വിങ്ങിനെ ഫ്ലൈറ്റിലല്ലാത്ത സമയത്ത് പ്രൊട്ടക്ട് ചെയ്ത് വെക്കും. ഹൈൻ വിങ് ആണ് ഭയങ്കര സ്മൂത്ത് ആയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റിനായിട്ടുള്ള വിങ്. അപ്പോൾ മീസോതൊറാക്സിക് വിങ് ആണ് ടെക്മിന, മെറ്റാതൊറാക്സിക് വിങ് ആണ് ഹൈൻ വിങ്. ആൻഡ് ദെൻ വി ഗോ ടു ദി അബ്ഡോമിനൽ റീജിയൻ. അബ്ഡോമൻ കണ്ടാൽ ആണാണോ പെണ്ണാണോ എന്നറിയാം. ഓക്കെ, കാരണം അബ്ഡോമൻ ഓഫ് മെയിൽ എന്ന് പറയുന്നത്
നാരോ ആണ്, ഫീമെയിൽ വെച്ച് വൈഡ് ആണ്. രണ്ടാമത് മെയിലിന്റെ അബ്ഡോമനും ശേഷവും വിങ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഫീമെയിലിന്റെ ടിപ്പ് വരെ, അബ്ഡോമന്റെ ടിപ്പ് വരെ എന്ത് ചെയ്യുള്ളൂ, നമ്മളുടെ പിന്നെ വിങ്സ് എക്സ്റ്റെൻഡ് ചെയ്യത്തുള്ളൂ. മെയിൽസിൽ അബ്ഡോമിനൽ റീജിയനിലായി ബ്രൂഡ് പൗച്ചുകൾ, ജനീഷ്യൽ പൗച്ചുകൾ ഉണ്ട്. ഈ പൗച്ച് ഉണ്ടാവുന്നത് എങ്ങനെ? 9th ടെഗ്മിന, 9th 10th ടെർഗൈറ്റ് ആൻഡ് 9th സ്റ്റോണൈറ്റ്. 9, 10 ടെർഗൈറ്റ്, 9 സ്റ്റോണൈറ്റ്. ഇവിടെ ഡോർസലായിട്ട് ടെർഗോ ഇരിക്കുന്നത് ഡോർസലിയാണ്. അവിടെ ഏനസ് ഓപ്പൺ ചെയ്യുന്നു. വെൻട്രൽ താഴത്തെ സൈഡിലായി ജനീഷ്യൽ പോർ ഓപ്പൺ ചെയ്യുന്നു. അതിന്റെ സൈഡിലായി ഗോണോഫൈസസ് കാണാം. ഈ സാധനം വായിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആണെങ്കിലും അതുകൊണ്ടാണ് മിസ് ഒരു കുഞ്ഞു ഡയഗ്രാം തന്നിരിക്കുന്നത്. ഈ ഡയഗ്രാം മറക്കാൻ പറ്റില്ല, എളുപ്പമാണ്. ഡോർസലി 9, 10 ടെർഗൈറ്റ്, 9 സ്റ്റോണൈ, ഏനസ്, ജനീഷ്യൽ പവർ ആൻഡ് ഗോണോഫൈസസ്. ഫീമെയിൽസിലാണെങ്കിൽ ഈ സ്ഥലത്തുള്ളത് ബ്രൂഡ് പൗച്ചാണ്. ബ്രൂഡ് പൗച്ച് ഈ ഭാഗത്തായിട്ടാണ് ഇരിക്കുക, വെൻട്രൽ റീജിയനിൽ. എന്ന് പറഞ്ഞാൽ 7th സ്റ്റേർണൈനെ 8th 9th സ്റ്റേർണൈ, ഇത് ബോട്ട് ഷേപ്പിലാണ്, 8th 9th സ്റ്റേർണൈനെ കവർ ചെയ്ത് വരും. ആൻഡ് ഇവിടെയാണ് അവരുടെ ജനീഷ്യൽ ചേംബർ ഉള്ളത്. ഈ ചേംബറിലേക്ക് ഗോണോഫൈസസ് ആണ് അവിടെ ഉള്ളത്. ഗൊണാപ്പോഫൈസസ് ആണ്. നോട്ട് ഗോണോഫൈസസ്, ഗൊണാപ്പോഫൈസസ്. ഇനി ഈ ജനീഷ്യൽ ചേംബറിലേക്ക് 3 കാര്യങ്ങളാണ് ഓപ്പൺ ചെയ്യുന്നത്. ഗോണോപോർ എന്ന് പറയുന്നത് ഓവിഡക്റ്റിന്റെ ഓപ്പണിംഗ്, കൊളാറ്ററൽ ഗ്ലാൻഡ്, സ്പെർമാതീക്കയുടെ ഓപ്പണിംഗ് ആയ സ്പെർമാതീക്കൽ പോർ. അപ്പൊ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് നമ്മൾ നോക്കാൻ നേരത്ത് പറയും മിസ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് കഴിഞ്ഞു നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, അനാറ്റമിയിലേക്ക് വരുന്നു. ആദ്യമേ ഡൈജസ്റ്റീവ് സിസ്റ്റം ഭയങ്കര സിമ്പിൾ ആണ്. ഇറ്റ് ഹാസ് എ ഫോർഗട്ട്, മിഡ്ഗട്ട്, ഹൈൻഗട്ട്. ഫോർഗട്ട് മൗത്ത് തൊട്ട് ക്രോപ്പ് വരെയുള്ള പാർട്ടാണ്. ക്രോപ്പ് അല്ല, ഗിസാർഡ് വരെയുള്ള പാർട്ടാണ്. മൗത്ത് ഉണ്ട്, ഫാരിങ്സ് ഉണ്ട്, ഈസോഫാഗസ് ഉണ്ട്, ക്രോപ്പ് ഉണ്ട്, ഫുഡ് സ്റ്റോർ ചെയ്യുന്ന റീജിയൻ ആണ്. ഗിസാർഡ് ഉണ്ട്, ഗ്രൈൻഡ് ചെയ്യുന്ന റീജിയൻ ആണ്. ഈ ഗിസാർഡിലായിട്ട് 6 ടൈറ്റ് ആയിട്ടുള്ള നമുക്ക് കൈറ്റിനീഷ്യസ് ടീത്തുകൾ കാണാം. ഇത് ഗ്രൈൻഡിങ് ആണ് ഇതിന്റെ ഫംഗ്ഷൻ വരിക, ഇന്റേണൽ ഗ്രൈൻഡിങ്. ഇനി ഫോർഗട്ട് ഫുള്ളായിട്ട് ക്യൂട്ടിക്കൽ ലൈൻ ചെയ്തിട്ടുണ്ട് ടു പ്രൊട്ടക്ട് ഇറ്റ്സ് എപ്പിത്തീലിയം. ഇനി ഫോർഗട്ടിന്റെ എൻഡിൽ വെച്ച് നിങ്ങൾക്ക് ഹെപ്പാറ്റിക് CK എന്ന് പറയുന്ന 6 to 8 ബ്ലൈൻഡ് ട്യൂബ്യൂൾസ് കാണാം. ഇത് എന്ത് ചെയ്യും, എൻസൈംസ് സെക്രീറ്റ് ചെയ്യും. ഹെപ്പാറ്റിക് CKയ്ക്കും മാൽഫീജിയൻ ട്യൂബ്യൂളിനും ഇടയ്ക്കാണ് മിഡ്ഗട്ട് അല്ലെങ്കിൽ മീസൻഡ്രോൺ, കുഞ്ഞാണ്. അത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലുതായ ഹൈൻഗട്ട് ഉണ്ട്. ഹൈൻഗട്ടിൽ ഇലിയം, കോളൻ, റെക്റ്റം 3 ഭാഗങ്ങളാണ് നമ്മളുള്ളത്. ഓക്കെ അല്ലേ? സോ ദിസ് ഈസ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് എ കോക്രോച്ച്. നൗ ഗോയിങ് ടു ദ റെസ്പിറേറ്ററി സിസ്റ്റം. ഇവർക്ക് അങ്ങനെ സിസ്റ്റം ഒന്നുമില്ല. ഇവരുടെ ലാറ്ററൽ സൈഡിലായി സ്പൈറക്കിൾസ് എന്ന് പറയുന്ന ഓപ്പണിംഗ് ഉണ്ട്. 10 പെയർ ഓഫ് സ്പൈറക്കിൾസ്. ഓക്കെ, 2 ലാറ്ററൽ സൈഡിലായിട്ടുണ്ട്. ഇത് നേരെ തുറക്കുന്നത് ട്രക്കിയൽ ട്യൂബ്സിലേക്കാണ്. ട്രക്കിയൽ ട്യൂബ്സ് നേരെ സെൽസിലേക്ക് ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ ഗ്യാസ് എക്സ്ചേഞ്ചിന് വേണ്ടി ഇവർക്ക് എന്ത് വേണ്ട, ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മളെ പോലെ RBC ഒന്നും ഗ്യാസിന് ചുമന്നുകൊണ്ട് നടക്കണ്ട. ഡയറക്റ്റ് സെല്ലുലാർ എക്സ്ചേഞ്ച് ആണ് നടക്കുക. ഇവിടെ സ്പൈറക്കിൾസിനെ ഗാർഡ് ചെയ്തുകൊണ്ട് നമുക്ക് അടപ്പുകൾ കാണാം, വിച്ച് ഇസ് സ്പിങ്ക്റ്റേഴ്സ് ഓൺ ദ സൈഡ്. ദെൻ വി ഹാവ് സർക്കുലേറ്ററി സിസ്റ്റം. സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ഇവരുടെ ഹാർട്ട് ഭയങ്കര രസമാണ് അല്ലേ? ഇവരുടെ ഹാർട്ട് ഒരു ട്യൂബുലാർ ഹാർട്ടാണ്. ഡോർസൽ മുതുവിലാണ് ഹാർട്ട് ഇരിക്കുന്നത്, നമ്മളെ പോലെ വെൻട്രൽ അല്ല, നോൺ കോർഡേറ്റ് ആണ്, ഡോർസൽ ഹാർട്ടാണ്. ഈ ട്യൂബുലാർ ഹാർട്ടിന്റെ സൈഡിലായി ഓസ്റ്റിയ എന്ന് പറയുന്ന ഹോൾ ഉണ്ട്. ഓക്കെ, ഇതിന് സ്വന്തമായിട്ട് മസിലിന് കോൺട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഏലിയറി മസിൽസ് അറ്റാച്ച് ടു ഇറ്റ് ആണ് കോൺട്രാക്ഷന് സഹായിക്കുക. ഇവിടെ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ സൈനസ് എന്ന് പറയുന്ന ബ്ലഡ് ഫിൽഡ് സ്പേസിൽ നിന്ന് എന്ത് ചെയ്യും, ബ്ലഡ് അല്ലെങ്കിൽ ലിംഫ് എന്ത് ചെയ്യും, ഓസ്റ്റിയ വഴി ഹാർട്ടിലേക്ക് എൻ്റർ ചെയ്യും. എന്നിട്ട് ഇത് ഫോർവേഡ് മൂവ് ചെയ്യും, അയോട്ടയിലെത്തും, തിരിച്ച് സൈനസിലേക്ക് മൂവ് ചെയ്യും. സോ ദിസ് ഇസ് ഹൗ ദ സർക്കുലേഷൻ ഹാപ്പൻസ് ഇൻ ദ ബോഡി. ഇവർക്കുള്ള ബ്ലഡ് എന്ന് പറയുന്ന ലിംഫാണ്. ഇതിൽ ഹിമോസൈറ്റ് സെല്ലുകൾ ഉണ്ട്. ഇത് വൈറ്റ് കളറാണ്. ഇതിൽ പിഗ്മെന്റ്സ് ഒന്നും തന്നെ ഇല്ല. ദേ നെവർ ടേക്ക് ഗ്യാസസ്, ദേ നെവർ ഹെൽപ്സ് ഇൻ ഗ്യാസ് എക്സ്ചേഞ്ച്. നൗ യു ഹാവ് എക്സ്ക്രീറ്ററി സിസ്റ്റം. എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാൽഫീജിയൻ ട്യൂബ്യൂൾ ആണ്. ഇവർ യൂറിക് ആസിഡ് ആണ് എക്സ്ക്രീറ്റ് ചെയ്യുന്ന. യൂറിക്കോസ് ഗ്ലാൻഡ് ഉണ്ട്, ഫാറ്റ് ബോഡീസ് ഉണ്ട്, നെഫ്രോസൈറ്റ്സ് ഉണ്ട്. ആൻഡ് മാൽഫീജിയൻ ട്യൂബ്യൂൾ ഇസ് ലൈൻഡ് ബൈ ഗ്ലാൻഡുലർ സെൽസ് ആൻഡ് സിലിയേറ്റഡ് സെൽസ്. ദെൻ നെർവസ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ വി ഹാവ് ഗാംഗ്ലിയൻസ് ഇൻ ദ ബോഡി. അതിൽ ബ്രെയിൻ എന്ന് പറഞ്ഞ് ആക്ട് ചെയ്യുന്ന ഹെഡിലുള്ള സുപ്രാ ഈസോഫേജിയൽ ഗാംഗ്ലിയൻ,
അതിൻ്റെ തൊറാക്സിലായി 3 പെയർ ഗാംഗ്ലിയൻ, അബ്ഡോമിലായി 6 പെയർ ഗാംഗ്ലിയൻ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഫുള്ള് ബോഡിയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഹെഡ് മുറിച്ചാലും ഇവർ ഒരാഴ്ച വഴി സർവൈവ് ചെയ്യുന്നത്. ഫുഡ് കഴിക്കാതെയാണ് അവർ മരിച്ചു പോവുക. ഒരാഴ്ച വരെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും, ബേസിക്കലി ബിക്കോസ് ദെയർ ബ്രെയിൻ ഇസ് നോട്ട് ലൊക്കേറ്റഡ് ഓൺ ദ ഹെഡ് റീജിയൻ. അത് കഴിഞ്ഞ് സെൻസ് ഓർഗൻസ് ആണ് നമ്മൾ പറയുക. ഫസ്റ്റ് കോമ്പൗണ്ടായി വിത്ത് 2000 ഹെക്സഗണൽ ഒമിറ്റിഡിയ, മൊസൈക്ക് വിഷനാണ് ഇവർക്കുള്ളത്. എന്ന് പറഞ്ഞാൽ ചുറ്റും കാണാം, സെൻസിറ്റിവിറ്റി കൂടുതലാണ്. നമ്മളെ പോലെയല്ല, നമുക്കിത് ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ അവർക്ക് ചുറ്റും കാണാം, പക്ഷേ റെസൊല്യൂഷൻ കുറവാണ്. കാണുമ്പോൾ ഒന്നിനും ക്ലാരിറ്റി ഉണ്ടാവില്ല. ഓക്കെ, നൗ ഗോയിങ് ടു ദ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, വെരി വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഇതിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ടാർഗറ്റ് ചെയ്ത് കാണുന്നത്. സോ ഇഫ് യു ആർ സ്റ്റഡിയിങ് ദിസ് ചാപ്റ്റർ, സ്റ്റഡിയിങ് ദിസ് കോക്രോച്ച്, ഡെഫിനറ്റ് ആയിട്ട് മിസ്സാക്കാൻ പാടില്ലാത്തതാണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ബട്ട് വെരി സിമ്പിൾ. ഫസ്റ്റ് നമ്മൾ പറയും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ കാണാൻ ടെസ്റ്റസ് ആണ്. 4 to 6th സെഗ്മെന്റ് വരെ ടെസ്റ്റസ് ഉണ്ട് 2 സൈഡിലായി. ടെസ്റ്റസിൽ നിന്ന് വാസ്റ്റ് ഡിഫറൻസ് വരുന്നു. ഇത് നേരെ സെമിനൽ വെസിക്കിൾസിലേക്ക് സ്പേമിനെ സ്റ്റോർ ചെയ്യുന്നു. ഇതിനിവിടെ കാണാൻ പറ്റില്ല, സെമിനൽ വെസിക്കിൾസ് ബാക്കിലായിട്ടാണ്. സെമിനൽ വെസിക്കിൾസ് വെച്ചിട്ട് സ്പേം ഗ്ലൂ ചെയ്യും. എന്നിട്ട് ഈ മഷ്റൂം ഗ്ലാൻഡിൻ്റെയും ഫാലിക് ഗ്ലാൻഡിൻ്റെയും ഇജാക്കുലേറ്ററി ഡക്റ്റിൻ്റെയും കൂടെ സെക്രീഷൻസ് ചേർന്ന് ഇത് സ്പെമറ്റോഫോർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറായി മാറും. ഈ സ്പെമറ്റോഫോർ അവസാനം നമ്മളുടെ ഗോണോപോർ വഴി എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. ഇതിൻ്റെ ഈ ഒരു പുറത്തേക്ക് വരാതെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രാക്റ്റിലേക്ക് സ്പെമറ്റോഫോറിനെ ഇടാനായിട്ട് ഇവരെ സഹായിക്കുന്നത് ഇതിന് ചുറ്റുമുള്ള ഫാലോമിയേഴ്സ് ആണ്. സോ യു ഹാവ് വെൻട്രൽ ഫാലോമിയർ, യു ഹാവ് ലെഫ്റ്റ് ഫാലോമിയർ ആൻഡ് റൈറ്റ് ഫാലോമിയർ. നിങ്ങൾക്ക് എന്തൊക്കെ കാണാം, ഇവിടെ വെൻട്രൽ, യു ഹാവ് റൈറ്റ് ലെഫ്റ്റ് ഫാലോമിയർ, അതിലാണ് ടിറ്റിലേറ്റർ സ്യൂഡോപെനിസ് ഉള്ളത്. പിന്നെ നമുക്ക് റൈറ്റ് ഫാലോമിയർ കാണാം, പിന്നെ നമുക്ക് വെൻട്രൽ ഫാലോമിയർ കാണാം. ഈ കൈറ്റിനേഷ്യസ് അസിമെട്രിക്കൽ സ്ട്രക്ചേഴ്സ് ആണ് കോപ്പുലേഷന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ. സോ ടെസ്റ്റിസ്, വാസ് ഡിഫറൻറ്റ്, സെമിനൽ വെസിക്കിൾ ഗ്ലൂ ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, മഷ്റൂം ഗ്ലാൻഡ്, ഫാലിക് ഗ്ലാൻഡ്, ഇജാക്കുലേറ്ററി ഡക്റ്റിന്റെ സെക്രീഷൻ ചേർന്ന് സ്പെമാറ്റോഫോർ ആവുന്നു, വിച്ച് ഗോസ് ഔട്ട് ത്രൂ ദി ഗോണോപോർ. അതിന് സഹായിക്കുക ഗോണോപോഫൈസസ് അല്ലെങ്കിൽ ഫാലോമിയസ് എന്ന് പറയുന്ന സ്ട്രക്ചർ, ലെഫ്റ്റ് ഫാലോമിയർ, റൈറ്റ് ഫാലോമിയർ, വെൻട്രൽ ഫാലോമിയർ. ക്ലിയർ റൈറ്റ്? നൗ ഫീമെയിൽസിൽ ഈ മെയില് ഇജാക്കുലേറ്റ് ചെയ്യുന്ന സ്പെമാറ്റോഫോർ പോയിരിക്കുന്ന ശരിക്കും സ്പെർമാതീക്ക എന്ന് പറയുന്ന സ്ട്രക്ചറിലാണ്. അവിടെ വെച്ച് ഇത് ബ്രേക്കായി പിന്നെ സ്പേമായി മാറും. അപ്പോൾ സ്പെർമാതീക്ക സ്പേം സ്റ്റോർ ചെയ്യുന്ന സ്ട്രക്ചറാണ് വിച്ച് ഇസ് പ്രസന്റ് ഇൻ എ ഫീമെയിൽ ഇൻ 6th അബ്ഡോമിനൽ സെഗ്മെന്റ്. ശരിക്കും ഇവരുടെ ഓവറി 6 to 8 ഓവറിയോൾസ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 2nd to 6th സെഗ്മെന്റ് വരെ നമുക്ക് ഓവറി കാണാം. ഓവറിയിൽ നിന്ന് ഓവിഡക്റ്റ് വരുന്നു, നേരെ ഓവർ ജെനീഷ്യൽ ചേംബറിലേക്ക് വീഴുന്നു. അപ്പോഴേക്കും ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്പെമാറ്റോഫോറിനെ ബ്രേക്ക് ചെയ്ത് സ്പേമും അവിടേക്ക് വീഴുന്നു. സോ ഇറ്റ്സ് ലൈക്ക് എ ഷോർട്ട് ഫെർട്ടിലൈസേഷൻ. അവിടെ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കും. യു ഗെറ്റ് മെനി എഗ്സ്. ഇതിൽ 14 to 16 എഗ്സിനെ ഒരൊറ്റ ഊത്തീക്ക എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, വെക്കും. ഈ ഊത്തീക്ക ഉണ്ടാവുന്നത് കൊളാട്രൽ ഗ്ലാൻഡിന്റെ സെക്രീഷൻ വഴിയാണ്. അങ്ങനെ 9 to 10 ഊത്തീക്കയാണ് ഒരു ഫീമെയിൽ അറ്റ് എ ടൈം എന്ത് ചെയ്യുന്നത്, ഗിവ് ബർത്ത് കൊടുക്കുന്നത്. ഈ യൂത്തിക്കേനെ ശരിക്കും പറഞ്ഞാൽ ഈ സാധനത്തിന് അവർ ഡ്രൈ ഡാം സ്പേസസിലായിട്ട്, മോയ്സ്റ്റ് സ്പേസസിലായിട്ട്, ഫുഡ് സോഴ്സിന് അടുത്തായിട്ട് വെച്ചിരിക്കും. ഇത് ഹാച്ച് ചെയ്തുണ്ടാവുന്നത് നിംഫാണ്. നിംഫും കോക്രോച്ചും തമ്മിലുള്ള ആകെ വ്യത്യാസം, നിംഫിന് വിങ് പാഡേ ഉള്ളൂ, വിങ്സ് ഉള്ളത് കോക്രോച്ചിന് മാത്രമാണ്. ഓക്കെ അല്ലേ? അത് 13 ടൈംസ് മോൾട്ട് ചെയ്തിട്ട് ആണ് ഇതിന് വലുതായിട്ടാണ് അഡൽട്ട് ആവുന്നത്. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ് ഇസ് കോൾഡ് എസ് പൗരോ മെറ്റബോളസ് ഡെവലപ്മെന്റ്. Clear, right? Cockroach clear ആണോ? Cockroach any doubt? Actually category freeze വേണ്ടി വരില്ല normally according to government regulations. Clear, right? LMRP കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യും. Clear? So we move to frog.
ഫ്രോഗ് ഇതിനേക്കാൾ സിമ്പിളാണ്, കാരണം ഫ്രോഗ് ഒരു ആംഫിബിയനാണ്. കരയിലും വെള്ളത്തിലുമായിട്ട് ജീവിക്കുന്ന നമ്മളുടെ ഈ ഫ്രോഗിന് ബോഡിയിൽ മോർഫോളജിക്കലി 2 പാർട്ടേ ഉള്ളൂ, ഹെഡും ട്രങ്കും. ടെയിലും ഇല്ല, നെക്കും ഇല്ല. എന്ത് സുഖം. ഹെഡ് എടുത്ത് നോക്കിയാൽ നല്ല സിമ്പിളായിട്ടുള്ള 2 ഉണ്ട കണ്ണുകൾ. ഈ കണ്ണുകളെ വെള്ളത്തിൽ പ്രൊട്ടക്ട് ചെയ്യാൻ നിറ്റിറ്റേറ്റിംഗ് മെമ്പറൈൻ ഉണ്ട്. ആൻഡ് ലോവർ ഐലിഡ് മൂവബിൾ ആണ്. നമ്മളിന്ന് വ്യത്യാസമാണ്. നമ്മൾ അപ്പർ ഐലിഡ് ആണ് മൂവ് ചെയ്യുന്നത്, അവർ ലോവർ ഐലിഡ് ആണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇവർക്ക് ചെവിയില്ല. എക്സ്റ്റേണൽ ഇയറിന് പകരം ടിംഫാനം എന്ന് പറയുന്ന മെംബ്രെയിൻ ആണുള്ളത്. നോസ്ട്രിൽസ് ഉണ്ട്. ഒരു സ്റ്റിക്കി ബൈഫിറ്റ് ടങ്, പാമ്പിനെ പോലെ 2 ആയിട്ട് ഇങ്ങനെ മാറുന്ന ബൈഫിറ്റ് സ്റ്റിക്കി ടങ് ആണുള്ളത്. നൗ കമ്മിങ് ടു ദ ട്രങ്ക്, അപ്പർ ലിംബ് ലോവർ ലിംബ്. ഓക്കെ, നമ്മൾ ബോഡി നോക്കിക്കഴിഞ്ഞാൽ അതെ ഈ വെൻട്രൽ പാർട്ടിൽ ഒരു യെല്ലോ ഡിസ്കളറേഷൻ ഉണ്ട്. അല്ലാതെ ഇവരുടെ ബോഡി ഫുള്ള് ഗ്രീൻ കളർ, ഒലീവ് ഗ്രീൻ, എന്നിട്ട് അതിൽ പാച്ചസ്, നമുക്ക് ഡാർക്ക് പാച്ചസ് കാണാം. ഇനി നല്ല ക്യൂട്ട് ഫ്രോഗ് അല്ലേ? ഫോർ ലിംബിൽ 4 വിരലുകളാണുള്ളത്, ഹൈൻഡ് ലിംബിൽ 5 വിരലാണുള്ളത്. ആൻഡ് ദാറ്റ് ഇസ് വെബ്ഡ് ഫീറ്റ്. ഇതിന്റെ സഹായത്തോടുകൂടി ഇവർക്ക് ജമ്പിങ്, ബോറോയിങ്, എന്ത് വേണമെങ്കിലും ചെയ്യാം, വാക്കിങ്, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നല്ലതാണ് തവളയുടെ കാലുകൾ. ഇനി ഇതിൽ തന്നെ സെക്ഷുവൽ ഡൈമോർഫിസം കാണും. ആണിനെയും പെണ്ണിനെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. ആണ് പൊതുവെ പെണ്ണിനേക്കാൾ ചെറുതാണ്. രണ്ടാമത് ആണിന്റെ 4 ലിംബില് നുപ്ഷ്യൽ പാഡ് എന്ന് പറയുന്ന 4 ഡിജിറ്റ്സിലെ 1 ഡിജിറ്റിൽ നുപ്ഷ്യൽ പാഡ് എന്ന് പറയുന്ന ഒരു ലെഗ് തിക്നിങ് ഉണ്ട്. ഓക്കെ, അതിനെ കോപ്പുലേറ്ററി പാഡ് അല്ലെങ്കിൽ നുപ്ഷ്യൽ പാഡ് എന്ന് പറയും. രണ്ടാമത് ആണുങ്ങൾക്ക് പാട്ടുപാടി പെണ്ണുങ്ങളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി വോക്കൽ കോഡും ദൈവം കൊടുത്തിട്ടുണ്ട്. പാട്ടുപാടി വേണം പെണ്ണുങ്ങളെ അട്രാക്ട് ചെയ്യാൻ. സോ നൗ ഗോയിങ് ടു ദി അനാറ്റമി. അനാറ്റമി എടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുക ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. ഓൾമോസ്റ്റ് ലൈക്ക് അസ് എന്ന് നമുക്ക് പറയാം. മൗത്ത് ഉണ്ട്, ഫാരിങ്സ് ഉണ്ട്, ഈസോഫാഗസ്, സ്റ്റൊമക്, ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രീനിലായിട്ട് നമുക്കറിയാം യു ഹാവ് എ കോമൺ ബൈൽ ഡക്ട്. അതുവഴിയാണ് ലിവറിൻ്റെയും പാൻക്രിയാസിൻ്റെയും സെക്രീഷൻസ് പോവുക. സോ നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ഒരു ചെറിയ ഡിഫറൻസ് ഇതാണ്, യു ഹാവ് എ കോമൺ ബൈൽ ഡക്ട്, അതുവഴിയാണ് ലിവർ പാൻക്രിയാറ്റിക് സെക്രീഷൻസ് മൂവ് ചെയ്യുക. ദെൻ യു ഹാവ് എ റെക്റ്റം, ക്ലോയോക്ക ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോയോക്ക എന്ന് പറയുന്ന ഒരു കോമൺ ചേമ്പറിൽ വന്ന് ക്ലോയോക്കൽ അപ്രച്ചർ വഴിയാണ് ഫീക്കൽ മാറ്റർ പുറത്തേക്ക് പോവുക. ഓക്കെ ഫൈൻ. നൗ യു ഹാവ് this is their respiratory system. സ്കിന്നാണ് എസ്റ്റുവേഷൻ ഹൈബർനേഷൻ്റെ സമയത്ത് കരയിൽ അവരെ റെസ്പയർ ചെയ്യാൻ സഹായിക്കുക. വെള്ളത്തിൽ എപ്പോഴും സ്കിന്നാണ്, കരയിൽ പക്ഷേ നേരെ എണീച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് ലങ്സോ ബക്കോ ഫെരീഞ്ചൽ ക്യാവിറ്റിയോ യൂസ് ചെയ്ത് ബ്രീത്ത് ചെയ്യാൻ പറ്റും. സോ ആഫ്റ്റർ വിച്ച് യു ഹാവ് സർക്കുലേറ്ററി സിസ്റ്റം. സർക്കുലേറ്ററി സിസ്റ്റം പറയുമ്പോഴത്തേക്കും ദേ ഹാവ് ക്ലോസ് സർക്കുലേറ്ററി സിസ്റ്റം, 3 ചേമ്പേർഡ് ഹാർട്ട്, മിക്സ്ഡ് സർക്കുലേഷൻ ആണ് അല്ലേ മക്കളെ? റൈറ്റ് ഏട്രിയ ഉണ്ട്, ലെഫ്റ്റ് ഏട്രിയ ഉണ്ട്, പക്ഷെ ഒരു കോമൺ വെൻട്രിക്കിൾ ആണ് ഉള്ളത്. ഇവിടെ നമുക്ക് പറയാം വീനക്കാവ് വഴി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് ഏട്രിയയിലേക്ക് വരുന്നു. പൾമിനറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയയിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് വരുന്നു. ഇവിടെ വന്ന് മിക്സ് ചെയ്യുന്ന ബ്ലഡ് ഹാർട്ടിന്റെ വെൻട്രൽ ഫ്രണ്ട് സൈഡിലൂടെ മൂവ് ചെയ്യുന്ന ഒരു കോൺ ഷേപ്ഡ് കോണസ് ആർട്ടീരിയോസസ് എന്ന് പറയുന്ന ബ്ലഡ് വെസൽ വഴിയാണ് പുറത്തേക്ക് പോകുന്നത്. ഓക്കെ അല്ലേ? ഇതിന് പുറമേ ആയി they have 2 portal systems, renal portal system, hepatic portal system ഉണ്ട്. renal portal system ലെഗിൽ നിന്നുള്ള ലൈക്ക് മോർ വേസ്റ്റ് ഉള്ള ബ്ലഡിനെ കിഡ്നി കൊണ്ടുവന്ന് ഫിൽറ്റർ ചെയ്തിട്ടാണ് അതിനെ എന്ത് ചെയ്യുക, നമ്മുടെ മെയിൻ സർക്കുലേറ്ററി പാത്വേയിലേക്ക് വരിക. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം ആസ് ലൈക്ക് അസ് ഇൻഡസ്റ്റൈനിൽ നിന്നുള്ള ന്യൂട്രിയൻ ലാഡൻഡ് ആയിട്ടുള്ള ബ്ലഡ് ലിവറിൽ പോയി സ്റ്റോർ ചെയ്ത ശേഷമാണ് മെയിൻ വെയിനായ വീനക്കാവയിലേക്ക് എൻട്രി ചെയ്യുക. ഓക്കെ, നൗ അബൌട്ട് ബ്ലഡ്. ബ്ലഡിൽ പ്ലാസ്മ, RBC, WBC, പ്ലേറ്റ്ലെറ്റ് ആകെയുള്ള വ്യത്യാസം RBC ന്യൂക്ലിയേറ്റഡ് ആണ്. നമുക്ക് മാമൽസിന് മാത്രമാണ് എൻന്യൂക്ലിയേറ്റഡ് RBC ഉള്ളത്. നൗ ആഫ്റ്റർ സർക്കുലേറ്ററി സിസ്റ്റം എക്സ്ക്രീറ്ററി സിസ്റ്റം ആണ്. കിഡ്നി, യുറീറ്റർ, യൂറിനറി ബ്ലാഡർ, ദെൻ യു ഹാവ് ക്ലോയോക്ക. ക്ലോയോക്കൽ അപ്രോച്ചർ വഴി പുറത്തേക്ക് വരും. ഇവിടെ ദേ ആർ ഓൾസോ യൂറിക്കോടെലിക് ഓർഗാനിസം. കിഡ്നി വഴി അതിലെ നെഫ്രോൺസിന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യും, നമ്മൾ ബ്ലഡിനെ ഫിൽറ്റർ ചെയ്ത് യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യും. ഇത് യുറീറ്റർ വഴി നേരെ ക്ലോയോക്കയിൽ എൻട്രി ചെയ്യും. ഇവിടെ ഒരു മെംബ്രേനിയസ് ആയിട്ടുള്ള തിൻവോൾഡ് ആയിട്ടുള്ള ഒരു യൂറിനറി ബ്ലാഡർ ഉണ്ട്. അവിടെ യൂറിൻ സ്റ്റോർ ആവും. വെനെവർ ഇറ്റ് ഹാസ് ടു എക്സ്ക്രീറ്റ് ക്ലോയോക്കൽ അപ്രച്ചർ വഴി പുറത്തേക്ക് വരും. ഓക്കെ, ദെൻ വി ഹാവ് നെർവസ് സിസ്റ്റം. അപ്പൊ നെർവസ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ വി ഹാവ് സെൻട്രൽ പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിൻ, സ്പൈനൽ കോഡ്. ബ്രെയിനിൽ ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ഫോർ ബ്രെയിനിൽ നമുക്ക് സെറിബ്രം ഉണ്ട്,
അൺപെയർഡ് ഡയൻസെഫലൻ, നമുക്ക് പെയർഡ് ആണ്, ഓൾഫാക്ടറി ലോബ് ഉണ്ട്. മിഡ് ബ്രെയിനിൽ ഒപ്റ്റിക് ലോബ് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ഓക്കെ, എ പെയർ ഓഫ് ഒപ്റ്റിക് ലോബാണ് കാണുക. നമുക്കാണെങ്കിൽ കോപ്പോറ, ക്വാഡ്രിജമിന 4 എണ്ണം ഉണ്ട്. ഹൈൻഡ് ബ്രെയിനിൽ നിങ്ങൾ പോൺസ് കാണില്ല, മെഡുല്ല, സെറിബെല്ലം. ഈ ഡിഫറൻസ് ആണ് അറിയാനുള്ളത്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ നമ്മളൊക്കെ ഉള്ള ക്രേനിയൽ നെർവ്സ് 10 പേരേ ഉള്ളൂ. ആൻഡ് യെസ്, ക്രേനിയൽ നെർവ്സ്, സ്പൈനൽ നെർവ്സ് ഉണ്ട്. അവിടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിൽ സിമ്പത്തറ്റിക്, പാരാസിമ്പത്തറ്റിക് നെർവ്സ് ഉണ്ട്. സോ അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്. ഫോർ ബ്രെയിനിൽ അൺപെയർഡ് ഡയൻസെഫലൻ, മിഡ് ബ്രെയിനിൽ എ പെയർ ഓഫ് ഒപ്റ്റിക് ലോബ് മാത്രമേ ഉള്ളൂ. ഹൈൻഡ് ബ്രെയിനിൽ ദർ ഇസ് ആബ്സെൻസ് ഓഫ് പോൺസ്. ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. ഓക്കെ, പിന്നെ നമുക്കുള്ള ക്രേനിയൽ നെർവ്സ് 12 പേരാണ്, ഫ്രോഗിന് 10 പേര് മാത്രമേ ഉള്ളൂ. Now going to reproductive system. Male reproductive system is almost associated with kidney. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ടെസ്റ്റിസ് എന്ന് പറയുന്ന ഓവൽ ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് മിസോക്കിയത്തിന്റെ സഹായത്തോടു കൂടി കിഡ്നിയിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. ഇവിടെ വാസ് എഫറൻഷ്യയുടെ സഹായത്തോടുകൂടി ടെസ്റ്റിസിൽ നിന്ന് സ്പേം നേരെ എന്ത് ചെയ്യും, കിഡ്നി വഴി, കിഡ്നിയിൽ കയറിയിട്ട് അതുവഴി ബിഡേഴ്സ് കനാൽ വഴി യൂറിറ്ററി കയറി ക്ലോയോക്ക വഴി, ക്ലോയിക്കൽ അപ്രച്ചർ വഴി വെളിയിലേക്ക് വരുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ള കിഡ്നി ആയിട്ട് ഫങ്ഷണലി അസോസിയേറ്റഡ് ആണ്. വേറാസ് ഫീമെയിൽസിന് ഇറ്റ് ഇസ് നോട്ട് ഫങ്ഷണലി അസോസിയേറ്റഡ്. കിഡ്നി ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ട് ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്, നമ്മുടെ ഓവറീസ് ഇരിക്കുന്നതായിട്ട് കാണുന്നത്. സോ യു ഹാവ് ഓവറീസ് ഇൻ ഫ്രണ്ട് ഓഫ് കിഡ്നി. ഓക്കെ, ഓവറീസ് നിന്ന് ഓവ എന്ത് ചെയ്യും, ഓവിഡക്റ്റ് വഴി ക്ലോയോക്ക വഴി, ക്ലോയോക്കൽ അപ്രച്ചർ വഴി വെളിയിലേക്ക് വരും. ഇറ്റ് ഈസ് നോൺ ഫങ്ഷണലി, ഇറ്റ്സ് ലൈക്ക് നോട്ട് functionally associated with our kidney. Fine guys. So ഇത്രയും പറയുമ്പോൾ നമ്മളുടെ ഹോൾ ചാപ്റ്റർ കംപ്ലീറ്റ്. ഫ്രോഗ്, എനി ഡൗട്ട്, ജസ്റ്റ് ആസ്ക്. Completed? Any doubt? ഇനി നേരെ ക്വസ്റ്റ്യൻസിലേക്ക് ചാടി ഓടിപ്പോവാം. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് 2025. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ഒരിക്കലും തെറ്റാത്ത ചാപ്റ്റർ ആണ്. അപ്പൊ ധൈര്യമായി നിങ്ങൾക്ക് ആൻസേഴ്സ് ചടപ്പട എന്ന് പറഞ്ഞ് നമ്മുടെ എക്കോളജിക്കൽ യൂസസ് വേണം. ഇറ്റ്സ് മെയിൻ എക്കോളജിക്കൽ യൂസ് ഇസ് ദാറ്റ് ഇറ്റ് ആക്ട് ആസ് എ മെയിൻ പാർട്ട് ഇൻ അവർ ഫുഡ് ചെയിൻ, അല്ലെങ്കിൽ ഫുഡ് വെബിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. In frog, renal portal system is a special venous connection that act to link kidney to the lower part of the body. Answer is third option. Next. Frog respire in water by skin and buccal cavity, and on land by skin, buccal cavity and lung. Choose the correct answer from the following. ശരിക്കും പറഞ്ഞ കഴിഞ്ഞ നീറ്റ് 2025 ഈ കാര്യത്തിൽ ഒരു തരംഗമായിരുന്നു. നമ്മൾ ഇതുവരെയും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടുകൊണ്ടിരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോക്രോച്ചും എപ്പിത്തീലിയാണ്. അപ്പോൾ നിങ്ങൾ ഇതിനുള്ള പ്രീവിയസ് ഇയറിലേക്ക് നമ്മൾ പോകുമ്പോൾ മനസ്സിലാക്കും. പക്ഷെ നീറ്റ് 2025 നമ്മൾ ആകെ മൊത്തം തകർത്തുകൊണ്ട് ഫ്രോഗിലെ ചടപട ക്വസ്റ്റ്യൻസ് വന്നത്. സോ ഫ്രോഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഫ്രോഗ് സിലബസിലുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഫ്രോഗിൽ ഇത്രയും അധികം ക്വസ്റ്റ്യൻസ് വരുന്ന ഇയർ 2025 ആണ്. Frog respire in water by skin and buccal cavity, and on land by skin, buccal cavity and lung. Choose the correct answer from the following. Yes, for water it is only through skin. നമ്മൾ buccal cavity പറയുന്നില്ല. ലാൻഡിലാണ് നമ്മൾ buccal cavityയും ലങ്സും പറയുന്നത്. So this statement is false for water but is true for land. Question number 3. Which of the
following statement is correct about the location of male copulatory organ? നമുക്ക് full black ആക്കല്ലേ. Which of the following statement is correct about location of male frog copulatory pad? First digit of the forelimb, answer is third option. Question, which of the following statement is correct about the location of, okay, that is done. What is the name of blood vessel that carries deoxygenated blood from the body to the heart in the frog? Name the blood vessel that carries deoxygenated blood from the body to the heart in a frog. Just like us, deoxygenated blood right atriumത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മളെ പോലെ വീനക്കാവ തന്നെയാണ്. So now we move on to NEET 2024. 2025 set അല്ലേ? 2024 ലേക്ക് പോവാം. First question. Three types of muscles are given as A, B and C. Identify the correct matching pair along with their location in human body. A ഒരു skeletal muscle ആണ്, for which you can say take two options. B എന്ന് പറയുന്നത് involuntary muscles of stomach അല്ലെങ്കിൽ intestine ആണ്. C എന്ന് പറയുന്നത് cardiac muscle of heart, not smooth muscle. So answer is second option. Question. In both sexes of cockroach, a pair of joint filamentous structure called anal cerci are present on. Yes, again on the 10th segmentilana namakku anal cerci കാണാൻ പറ്റുന്നത്. Anal cerci is actually present in both male and female. Anal style is only present in a male. Question. Match list 1 and 2 related to digestive system of cockroach. Structure used for storing food is crop. A4 ആണ്. രണ്ട് options. Gastric CK 6 to 8. Blind tubules at the junction of foregut midgut. So B2 answer is first option. Malphigian tubules is ring of 100 to 150 yellow color thin filamentous structure at the junction of midgut and hindgut. Structure used for grinding food is yes, gizzard. Gizzard ന്റെ മറ്റൊരു പേര് എന്താ? എല്ലാവരും chat box തന്നെ. What's the other name of gizzard? What is the other name of gizzard? It's called as proventriculus. Proventriculus is another name of gizzard. Next. List 1 and 2.
Unicellular glandular epithelium is goblet cells. Compound epithelium is moist surface of buccal cavity. Multicellular glandular epithelium is pancreas or saliva. Endocrine glandular epithelium is actually pancreas. Given D2, you have C1, B, let me check, B has 4, answer is third option. Now, ReNEET 2024 question aanu. Which of the following statement is correct about the type of junction and their role in our body? Adhering junction facilitate the cells to communicate with each other? No. Tight junction help to stop substance from leaking across the tissue? Correct. Tight junction help to cementing? No. Gap junction help to create gap? No. Answer is second option. Question number 2. Which of the following is or are present in female cockroach? We know collateral gland is in female. ഇതാണ് നമുക്ക് ഊത്തിക്ക ഉണ്ടാക്കാൻ സഹായിക്കുക. Mushroom gland is in male. Spermatheca to store sperm in female. Anal style is only in male. Phallic gland is only in male. So answer is A and C, fourth option. Next, in which of the following connective tissue the cells secrete fibers of collagen or elastin? കാർട്ടിലേജിലുണ്ട്, ബോണിലുണ്ട്, അഡിപ്പോസ് ടിഷ്യൂലുണ്ട്, ബ്ലഡിലില്ല, ഏറിയോള ടിഷ്യൂ ഉണ്ട്. എ, ബി, സി ആൻഡ് ഇ, ആൻസർ ഇസ് സെക്കൻഡ് ഓപ്ഷൻ. Now next question, match the list 1 and 2. Is all connective tissue except blood. അടുത്ത നോക്കാം നമുക്ക്. സ്ക്വാമസ് എപ്പിത്തീലിയം വാൾ ഓഫ് ബ്ലഡ് വെസൽസിലാണ് നമ്മൾ കാണുക. A3 ആണ് വരിക. ഇന്നർ സർഫസ് ഓഫ് ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത് യെസ് ഇറ്റ്സ് മെയ്ഡ് ഓഫ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. B4, ആൻസർ ഇസ് ഫോർത്ത് ഓപ്ഷൻ. Goblet cells of alimentary canal, glandular epithelium. Inner lining of pancreatic duct, compound epithelium. Answer is fourth option. So, next. Now we are moving to NEET 2023 exam paper. 2024 and 23.
നമുക്ക് നോക്കാം. In cockroach, the forewing are transparent and prothoracic in origin. നമുക്കറിയാം prothoracic അല്ല, it is എങ്ങനെയാണ് നമ്മുടെ ഫോർവിങ്സിൻ്റെത്? ഇറ്റ് ഇസ് mesothoracic in origin. So actually this is wrong. In cockroach, hind wings are opaque, leathery and mesothoracic in origin. Hind wing എന്ന് പറയുന്നത് metathoracic in origin ആണ്, and they are actually transparent and light. It helps in flight. അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റാ കൊടുത്തിരിക്കുന്നത്. Both the statements are false. Answer is fourth option. യെസ്, ടോപ്പിലുള്ളതാണ് ഫോർവിങ്. അത് പ്രോതൊറാക്സിൽ നിന്നല്ല, മീസോതൊറാക്സിൽ നിന്നാണ് വരുന്നത്. ഫോർവിങ്, ഹൈൻഡ് വിങ് അല്ലെങ്കിൽ ടെക്മിന ആൻഡ് ഹൈൻഡ് വിങ് എന്നും പറയാം. നെക്സ്റ്റ്, മാച്ച് ദ ലിസ്റ്റ് 1 and 2. Choose the correct answer from the option given below. Inner lining of stomach and intestine columnar epithelium. Inner lining of bronchiole ciliated epithelium. Endothelium is squamous epithelium and duct of gland is cuboidal epithelium. അപ്പോൾ നമുക്ക് നോക്കാം D1. Then you have B നോക്കട്ടെ, B3. Answer is fourth option. Okay അല്ലേ? Next 2022ലേക്ക് എത്തി. Which of the following type of epithelium is present in the bronchioles and fallopian tube? Ciliated epithelium. Answer is third option. Easy question. Next, 169. Match list 1 and 2 regarding the organs of cockroach. Grinding of food particle is proventriculus. B1. Answer is first option. Secretion of digestive juices by hepatic CK or gastric CK, other name of it. Removal of nitrogenous waste is by Malpighian tubule, and storage of food is by crop. Next, choose the correct statement. Bone support and protect softer tissues and organ. Weight bearing function is served by limb bones. Ligament is not the site of blood cell production. അതേതാണ്? ബോൺ മാരോ ആണ് ബ്ലഡ് സെൽ പ്രൊഡക്ഷൻ്റെ സൈറ്റ് ആയിട്ട് വരാം. Adipose tissue is specialized to store fat. Correct ആണ്. Tendon attached one bone to another. No, it connects bone to a muscle. Choose the most appropriate answer from the following option. നമുക്ക് പറയാം A, B and D is correct. Answer is first option. Question number 191. Excretion in cockroach is performed by all except. യൂറിക്കോസ് ഗ്ലാൻഡ് ചെയ്യും, മാൽഫീജിയൻ ട്യൂബ്യൂൾ ചെയ്യും, ഫാറ്റ് ബോഡി ചെയ്യും. ബട്ട് ഹെപ്പാറ്റിക് സിക്കയുടെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് ഫോർ ദി ഡൈജസ്റ്റീവ് ജ്യൂസ് സെക്രീഷൻ. ആൻസർ ഇസ് ഫോർത്ത് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ
From NEET 2022 abroad വന്നിട്ടുണ്ടായിരുന്ന പേപ്പറിൻ്റെയാണ്. Which of the following type of epithelium lines the walls of blood vessels? ഷിഖ, വെരി സൂൺ നമ്മൾ GIBയുടെ ഡേറ്റ് അനൗൺസ് ചെയ്യും കേട്ടോ. എക്സാം ഡേറ്റ്സ് അനൗൺസ് ചെയ്യും. ടൈപ്പ് ഓഫ് എപ്പിത്തീലിയം ലൈനിങ് ദ വാൾസ് ഓഫ് ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത് it is squamous epithelium. For diffusion, answer is second option. Question 179. Earwax secreting cells which have which type of epithelium? ഇയർവാക്സ് സെക്രീറ്റിംഗ് സെൽ എന്ന് പറയുന്നത്, യെസ്, ഇയർവാക്സ് എന്ന് പറയുന്ന എക്സോക്രൈൻ സെക്രീഷൻ ആണ്. എക്സോക്രൈൻ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ 198. Choose the correct answer from the option given below. Establish a barrier that prevents leakage of extracellular third across a layer of cell. Prevent leakage is tight junction. Function like rivet and fasten cells together into strong sheet, that is adhering junction. Pass information through neurotransmitter from one cell to another, synaptic junction. And gap junction provides cytoplasmic channels of cell-to-cell communication. So it's C4. Answer is third option. Question number 130. Exoskeleton of arthropods is composed of. Chitin. Answer is fourth option. Question. Which of the following is present between adjacent bones of vertebral column? Which of the following is present between adjacent bones of vertebral column? Yes, it is cartilage. We call it intervertebral disc. Intercalated disc ആയിട്ടൊന്നും തിരിഞ്ഞു പോകരുത്. നമുക്കറിയാം intercalated disc is actually connecting the cardiac muscles as a junction. This is cartilage. It is actually intervertebral disc. Question number 175. Tegmina in cockroach arise from. Tegmina in cockroach arise from. Yes, from the mesothorax. Answer is third option. Question number 198. Match list 1 and 2. Choose the correct answer from the option given below. Dense regular connective tissue. ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നതിൽ ടെൻഡൻ ആണ്. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നതിൽ അഡിപ്പോസ് ടിഷ്യൂ ആണ്. ഗ്ലാൻഡുലാർ ടിഷ്യൂ ഇസ് ഗോബ്ലെറ്റ് സെൽ. ബ്രോങ്കിയോൾ ഇസ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. So D2 answer is second option. Question from NEET 2021.
Which one of the following characteristic is incorrect with respect to cockroach? In female, 7th and 9th sterna together form a genital pouch. 10th abdominal segment in both sexes bear a pair of anal cerci. A ring of gastric caeca is present at the junction of midgut and hindgut. തെറ്റാണ്. Answer is third option. ഇവിടെ നമുക്ക് സംശയം വരാം 7, 8 and 9 സ്റ്റേണ ഇല്ലേ, 7 to 9th സ്റ്റേണ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7 to 9th. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് വരികയാണെങ്കിൽ 1 ആൻസറിലേക്ക് പോരുത് ആൽഫ. ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് വായിച്ചു നോക്കണം. So you understood? The most wrong one is the third one. Hypopharynx lies within the cavity enclosed by the mouth part. Alle, answer is third option. Question number 159. Which of the following statement wrongly represent the nature of smooth muscles? ചാടി ആൻസർ പിടിക്കരുത്. ബയോളജിയിൽ ഒരുപാട് നെഗറ്റീവ് നിങ്ങൾക്ക് വരുന്ന ടൈമാണ്. ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ബയോളജി ചെയ്യണം. ഇഫ് യു ആർ മേക്കിംഗ് മോർ നെഗറ്റീവ്സ് ഇൻ ബയോളജി, വാട്ട് യു ഹാവ് ടു ഡു ഇസ് എക്സാക്ട്ലി സ്ലോ ഡൗൺ. Purposefully slow down so that you don't make enough mistakes to actually get a very bad score. Which of the following statement wrongly represent the nature of smooth muscle? Communication among the cells is performed by intercalated disc. One itself. These muscles are present in the wall of blood vessel. These muscles have no striation. They are involuntary muscle. Answer is first option. 2 എങ്ങനെയാടാ വന്നേ? സ്മൂത്ത് മസിൽസിൽ ഇന്റർകലേറ്റഡ് ഡിസ്ക് ഇല്ലല്ലോടാ. സ്മൂത്ത് മസിൽസ് ആർ വിസറൽ മസിൽസ്. They do not have any intercalated disc. Answer is first option. Philia, Punya, The Optimist. മനസ്സിലായോ? ഓക്കെ അല്ലേ? Identify the type of cell junction that helps to stop the leakage of substance across a tissue and facilitate the communication of neighboring cells via rapid transfer of ions and molecules. Again, നമുക്ക് കണ്ടറിയാം സെൽ ജംഗ്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ലൈക്ക് എവറി അതർ ക്വസ്റ്റ്യൻ പേപ്പർ യു ആർ സീയിങ് സെൽ ജംഗ്ഷൻ എക്സെപ്റ്റ് ലൈക്ക് ലാസ്റ്റ് ഇയർ ആണ് നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് ഫ്രോഗ് ചാടിത്തുള്ളി വന്നത്. സോ ദിസ് ഇയർ യു ക്യാൻ എക്സ്പെക്ട് ടു മച്ച് ഓഫ് സർപ്രൈസസ് ഇൻ ദിസ് ചാപ്റ്റർ. പക്ഷെ നമുക്ക് അറിയാം ഈ ചാപ്റ്ററിൽ നമുക്കൊന്നും തെറ്റിക്കാൻ പറ്റില്ല വൺസ് യു സ്റ്റഡി ഇറ്റ്. കാരണം ദർ ഇസ് നത്തിങ് ലൈക്ക് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ നിങ്ങൾ നീറ്റിന് കണ്ടില്ല. ഒരു ക്വസ്റ്റ്യനും കൺഫ്യൂസിങ് അല്ല. എവറിത്തിങ് ഇസ് ലൈക്ക് പക്ക. Yes, Damakle, you have a tight junction to stop the leaking and gap junctions to actually help the communication of neighboring cells. Next, in cockroach, identify the parts of foregut in correct sequence. Mouth, pharynx, esophagus, crop and gizzard. ആടാ മൗത്ത് കഴിഞ്ഞ് ഗിസാഡോ? അതാർക്കട അങ്ങനെ ഒരു ആൻസർ കിട്ടിയേ? മൗത്ത് കഴിഞ്ഞ ഫാരിങ്സ്, ഫാരിങ്സ് കഴിഞ്ഞ ഈസോഫാഗസ്, ഈസോഫാഗസിന്റെ സ്റ്റോർ ചെയ്യുന്ന ക്രോപ്പ് കഴിഞ്ഞാൽ ഗിസാഡ്. വൺ ഓഫ് അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഏരിയ ആണ് അനാറ്റമി. ആൻസർ ഇസ് ഫോർത്ത് ഓപ്ഷൻ. Question. Match the following column with reference to the cockroach and select the correct option. ഇതെപ്പോഴും അമൃതക്കുട്ടിക്ക് തെറ്റിപ്പോവോ? മിസ് ഒന്ന് വരച്ച് കാണിച്ചു തരട്ടെ. അത് ശ്രദ്ധിച്ചേടാ. യു ഹാവ് ദ മൗത്ത്. മൗത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലും ഫാരിങ്സ് ആണ്. Then you have esophagus, the longer tube.
Then you have a crop for storing food. Then you have a gizzard. ഇവിടെ hepatic CK, 8 blind tubules. അത് കഴിഞ്ഞാൽ midgut. അത് കഴിഞ്ഞാൽ you have this malphigian tubule. Then you have the hindgut, ileum, colon, rectum. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നിങ്ങൾ ഇങ്ങനെയുള്ള പാർട്സ് ലൈക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി വരച്ച് പഠിച്ചില്ലെങ്കിലും സർക്കുലേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, ഈ സിസ്റ്റംസ് എല്ലാം വരച്ച് പഠിക്കണം. ഈവൻ ഫ്രോഗിലും വരച്ച് തന്നെ പഠിക്കണം. അതുകൊണ്ടാണ് മിസ് ഡയഗ്രാംസ് വെച്ചിട്ടുള്ള ഒരു മൈൻഡ് മാപ്പിംഗ് ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ളത്. വരച്ച് പഠിച്ചാൽ യു നെവർ മേക്ക് എ മിസ്റ്റേക്ക്. ഓക്കെ, എല്ലാവരും വരച്ച് നോക്കണം കേട്ടോ. എല്ലാ പാട്ടും വരച്ച് നോക്കാം. Next, match the column with reference to cockroach and select the correct option. NCERT-ലുള്ള തൂണിലും തുരുമ്പിലുള്ള എല്ലാ പടവും വരച്ചു നോക്കണം. എങ്ങനെ നമുക്ക് ലേബലിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കണ്ട് 10 ആഴ്ച അറിയായിരിക്കും പടം, പക്ഷെ ലേബലിംഗ് വരുമ്പോൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ പെട്ടു. Grinding of food, it is by proventriculus. അല്ലേ? Secrete gastric juice, that is hepatic CK. 10 pairs, that is spiracles. Anal cerci 10th segmentilana present ആയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഈ ജ്യൂസ് എന്ന് പറയുന്നത് അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. B1 answer is first option. Okay, next. Select the incorrectly matched pair from the following. കോൺഡ്രോസൈറ്റ്സ് കാർട്ടിലേജിനെയാണ് നമുക്കറിയാം. ന്യൂറോൺസിൽ നെർവ് സെൽസ്, ഫൈബ്രോബ്ലാസ്റ്റ് ഏരിയോളാർ ടിഷ്യൂലുള്ള സെൽസ് ആണ്. ഓസ്റ്റിയോസൈറ്റ്സ് ബോൺ സെൽസ് ആണ് അല്ലേ? നെക്സ്റ്റ്, നീറ്റ് 2019. Match the following cell structure with its characteristic feature. Now നോക്കാം. Cement neighboring cells together to form a sheath, that is adhering junction. Transmit information through chemicals or other cells, gap junction. Through chemicals through another cell is synaptic junction. Establish barrier to prevent leakage of fluids, that is tight junction. Cytoplasmic channels facilitate movements, communication between adjacent cell, gap junction. So you can see A3 answer is third option. Question number 15. The ciliated epithelial cells are required to move particles or mucus in a specific direction in humans. These cells are mainly present fallopian tube and bronchiole. Answer is fourth option. Which type of tissue correctly matches with its location? Smooth muscle wall of intestine, areolar tissue, not tendon, transitional epithelium, tip of nose, cuboidal epithelium. Sorry, correctly matched ആണ് നമ്മളത് ചോദിച്ചിട്ടുള്ളത്. Smooth muscles, wall of intestine.
ഏറിയോള ടിഷ്യൂവിൽ ടെൻഡനിലല്ല കാണാം, ലൊക്കേഷൻ ടെൻഡൻ അല്ല അല്ലേ. അടുത്തത് ട്രാൻസിഷണൽ എപ്പിത്തീലിയം, നമ്മൾ യൂറിനറി ബ്ലാഡറിൽ കാണുന്നതാണ് ട്രാൻസിഷണൽ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ട്രാൻസിഷണൽ എപ്പിത്തീലിയം എന്ന് പറയാൻ കാരണം നോർമലി ഇരിക്കുമ്പം അംബർല ഷേപ്ഡിലുള്ള സെൽസ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഫ്ലാറ്റൻഡ് സെൽസ് ആവും. ട്രാൻസിഷൻ സംഭവിക്കും ആ സെല്ലുകൾക്ക്. നോർമലി അത് അംബർല ഷേപ്പിലാണ് ആൻഡ് ദേ അണ്ടർഗോ സ്ട്രെച്ചിങ്, അതുകൊണ്ടാണ് ട്രാൻസിഷണൽ സെൽസ് എന്ന് വിളിക്കുക. ക്യൂബോയിഡൽ എപ്പിത്തീലിയം ലൈനിങ് ഓഫ് സ്റ്റൊമക്കിലല്ല, ക്യൂബോയിഡൽ എപ്പിത്തീലിയം PCT DCTയിലാണ്. കൊളുമിനാർ എപ്പിത്തീലിയമാണ് ലൈനിങ് ഓഫ് സ്റ്റൊമക്കിലുള്ളത്. സ്മൂത്ത് മസിൽസ് ഓൺ ദ വാൾ ഓഫ് ഇൻറ്റസ്റ്റൈൻ, ആൻസർ ഇസ് ഫസ്റ്റ് ഓപ്ഷൻ. തെറ്റിച്ചാ. നെക്സ്റ്റ്, connective tissue are derived from embryonic എല്ലാവരും തെറ്റിച്ച. കണക്റ്റീവ് ടിഷ്യൂ ഡിറൈവ് ചെയ്തിരിക്കുന്നത് എംബ്രിയോണിക്, മീസോഡേമിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ആൻസർ ഇസ് ഫോർത്ത് ഓപ്ഷൻ. നൗ AIPMT ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ, കാരണം നമുക്കറിയാം നമ്മൾ നീറ്റ് 2016 വരെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ദ ഫങ്ഷൻ ഓഫ് ഗ്യാപ് ജംഗ്ഷൻ ഈസ് ടു The function of gap junction is to stop substances from leaking across a tissue, performing cementing, facilitate communication between adjoining cells by connecting them. Next, choose the correctly matched pair. ചാപ്റ്റർ എന്നൊക്കെ ഒന്നും തെറ്റിച്ചൂടാത്തയാണ് കേട്ടോ. Tendon, specialized connective tissue. യെസ്, AIPMT ആയിരുന്നു. നീറ്റ് 2016 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് AIPMT ആയിരുന്നു ഉണ്ടായിരുന്നത്, ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ്. ഓക്കെ, ടെൻഡൻ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ അല്ല, which is dense regular connective tissue. Adipose tissue is loose connective tissue. Areola tissue is, yes, loose connective tissue. Answer is third option. Cartilage is specialized connective tissue. 10. The supportive skeletal structure in human external ear and in the tip of a nose is an example of. Supportive skeletal structure in the tip of the nose, in the ear. ഏതായിരുന്നു കൂടുതൽ ടഫ്? നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് പറ. ഇറ്റ്സ് കാർട്ടിലേജ്. ആക്ച്വലി ടോപ്പിക്സ് കുറച്ചുകൂടെ കൂടുതലായിരുന്നു. ഇപ്പോൾ നീറ്റിന് വേണ്ടി കുറേ സിലബസ് കട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ലൈക്ക് യു ഡോണ്ട് ഹാവ് ടു സ്റ്റഡി ദ ഡൈജസ്റ്റീവ് സിസ്റ്റം പാർട്ട്, അതുപോലെ തന്നെ യു ഡോണ്ട് ഹാവ് ടു സ്റ്റഡി, പിന്നെ നമ്മൾ കുറേ പാർട്ട് കട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഐ, ഇയർ, സെൻസ് ഓർഗൻസ് ഒന്നും പഠിക്കേണ്ട, ഇതൊക്കെ പണ്ട് ഉണ്ടായിരുന്നു. സോ സിലബസ് കുറച്ചുകൂടെ വാസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോഴും നമ്മൾ പഠിക്കുന്ന സ്പെസിഫിക് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ കുറവാണ്. പക്ഷെ അവിടെ കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇല്ലാത്ത സെൽ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ടഫാണോ എന്ന് ചോദിച്ചാൽ ടഫ് എന്ന് പറയുന്നത് ഇൻ ദ സെൻസ് ലൈക്ക് സിലബസ് കൂടുതലായിരുന്നു. സോ യു ഹാവ് ടു ആക്ച്വലി സ്റ്റഡി മോർ. 4 sketches ABCD is given. Correctly identify with its location. അയ്യോ, ഡി സ്മൂത്ത് മസിൽ അല്ല, കാർഡിയക് മസിലാണെന്ന് മനസ്സിലായില്ലേ. എ കൊളുമിനാർ എപ്പിത്തീലിയം ആണ്, നെഫ്രോണിൽ ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആണെന്ന് നമുക്ക് അറിഞ്ഞൂടെ. അടുത്ത നോക്കിയാലോ. ബി ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം ആണ്, ഇൻറ്റസ്റ്റൈനിലുണ്ട്, സെക്രീഷന് വേണ്ടി സഹായിക്കും. ഈ കൊടുത്തിരിക്കുന്ന ഗോബ്ലെറ്റ് സെൽസ് ആണ് ഇൻറ്റസ്റ്റൈനിൽ. ഇറ്റ്സ് കറക്റ്റ്. കൊളാജൻ ഫൈബേഴ്സ് ആണ് സി കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. കാർട്ടിലേജിലല്ല. ആക്ച്വലി ദിസ് ഇസ് ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ അറ്റാച്ച് സ്കെൽറ്റൽ മസിൽ ടു ബോൺ എന്ന് പറയുന്നത് സ്കെൽറ്റൽ മസിലുമായിട്ട് ബോണിനെ കണക്ട് ചെയ്യുന്ന ടെൻഡൻ ആണ്. ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ.
Next, given below is a diagrammatic sketch of certain type of connective tissue. Identify the parts labeled A, B, C, D. Right. Select the right option. ക്വസ്റ്റ്യൻ കുറച്ച് കിട്ടാൻ ടഫായതുകൊണ്ട് ബുക്കിൽ നിന്നൊക്കെ കടമെടുത്ത് കൊണ്ടുവന്നതാണ്. അതുകൊണ്ടാണ് ഗൈസ് അത്ര ക്ലാരിറ്റി ഇല്ലാത്തത്. സോറി ഫോർ ദാറ്റ്. 2016 വരെയൊക്കെ ഒപ്പിക്കാം. അപ്പം നമുക്ക് നോക്കാം. ബി എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ ഫൈബ്രോബ്ലാസ്റ്റ് ആണ്. ബി ഫൈബ്രോബ്ലാസ്റ്റ് വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. എ മാക്രോഫേജ് ആണ്. ബി ഫൈബ്രോബ്ലാസ്റ്റ് ആണ്. സി കൊളാജൻ ഫൈബർ ആണ്. ആൻഡ് ഡി ഈസ് മസിൽ. ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. നെക്സ്റ്റ്, the kind of epithelium which form the inner wall of blood vessel is. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നീറ്റിന് അല്ലേ, നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ കണ്ടില്ലേ? യെസ്, ഇറ്റ് ഇസ് സ്ക്വാമസ് epithelium. Cell junction called tight junction, adhering and gap junctions are found in. Cell junctions എവിടെയാണ് ഉള്ളത്? ഇറ്റ്സ് ഓൺ ദി എപ്പിത്തീലിയൽ ടിഷ്യൂലാണ് നമുക്ക് സെൽ ജംഗ്ഷൻസ് കാണാൻ പറ്റുക. നെക്സ്റ്റ്, the kind of tissue that form the supportive structure in our pinna is also found in. External ear ഉള്ളത് cartilage, tip of nose ഉള്ളത് cartilage. Vertebrae പറയുമ്പോഴത്തേക്കും that is bone. Nails are actually keratinized epithelial tissue. Ear ossicles എന്ന് പറയുന്നത് again bones ആണ്, malleus incusticus. Epithelial tissue present on the inner surface of bronchiole and fallopian tubes. ബ്രോങ്കിയോളിന്റെയും ഫലോപ്പിയൻ ട്യൂബിന്റെയും ഇന്നർ സർഫസിൽ നമ്മൾ എന്താണ് കാണുന്നത്? അത് ഇന്റർവെറ്റിബ്രൽ ഡിസ്ക് ആണ് ആൽഫ. വെറ്റിബ്രേ എന്ന് പറയുന്നത് ബോൺ ആണ്. ഇന്റർവെറ്റിബ്രൽ ഡിസ്ക് ആണ് കാർട്ടിലേജ്. തെറ്റിക്കല് കേട്ടോ. സീലിയേറ്റഡ് എപ്പിത്തീലിയം. നെക്സ്റ്റ്, in which one of the following preparations are you likely to come across cell junction most frequently? രസമുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. In which one of the following preparations are you likely to come across cell junctions more frequently? Ciliated epithelium. എപ്പിത്തീലിയത്തിലാണ് നമ്മൾ സെൽ ജംഗ്ഷൻസ് കാണുക. Areolar connective tissue joints. നിങ്ങൾ ജനിച്ച വർഷത്തിലെ AIPMTയിലെ ക്വസ്റ്റ്യൻ വരെ ചെയ്യുന്നു അല്ലേ ആൽഫ? ജനിച്ച വർഷം കൊണ്ട് ഞാൻ നിർത്തി കേട്ടോ. നിങ്ങൾ ജനിക്കും മുമ്പേ ഉള്ള നീറ്റിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് വിഷമമായാലോ. നീറ്റ് അല്ല, AIPMT ആണ്. Areolar connective tissue joints, integuments with muscles. Muscles-നെ other structures integuments-ആയിട്ട് join ചെയ്യും. Mast cell secrete. Mast cell secrete. Mast cell secrete. Histamine, serotonin, heparin. Here histamine is given. So that actually ends our section. ഏതെങ്കിലും ടോപ്പിക് എൻ്റെ മക്കൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ ഹൗ വാസ് ഇറ്റ് യൂസ്ഫുൾ ഫോർ യു എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഈ ഒരു ക്വസ്റ്റ്യൻ സീരീസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ജനിച്ച വർഷം തൊട്ട് നമ്മൾ കഴിഞ്ഞ വർഷത്തെ നീറ്റ് വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കണ്ടു. സോ നമ്മൾ പ്രിൻസിപ്പിൾസ് ആണ് ഇതിനു മുമ്പ് മിസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന PYQ ചാപ്റ്റർ.
അപ്പോൾ ഈ 2 ചാപ്റ്റർ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിലേക്ക് പോകുമ്പോൾ ദാറ്റ് ചാപ്റ്റർ നമുക്ക് ഭയങ്കര ഡെൻസിറ്റിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് 2016 വരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല 2 hours. അത്ര അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, റെപ്പിറ്റീഷൻ, നമ്പേഴ്സ് നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ടി വരും ഫ്യൂച്ചർ ഡോക്ടർ. പക്ഷേ ഡയഗ്രാംസ് വെച്ച് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഓർക്കാൻ പറ്റും. ഓക്കെ, അപ്പം മക്കളെ ഇവിടെ എനിക്ക് പറയാനുള്ള കുറച്ച് പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളൊരു ചാപ്റ്റർ ശ്രദ്ധിക്കുമ്പോൾ, അപ്പം നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് എടുക്കുന്നു, നേരെ തിരിച്ച് നമ്മൾ അടുത്ത ഡിസ്കഷൻ വന്ന ചാപ്റ്റർ ഇതാണ്. അപ്പോൾ പ്രിൻസിപ്പിൾസ് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അത് നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന് ഒരു ടഫ്നെസ് ലെവലുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ വന്ന ചാപ്റ്റർ ഇതേ നമ്മുടെ ഏതാണ്, നമ്മളുടെ ഇതേ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആണ്. ഇവിടെ വന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കമ്പാരിറ്റീവ്ലി ഈസിയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ചാപ്റ്ററിനെ ബിക്കോസ് ഇറ്റ് ഈസ് ലൈക്ക് ലെസ് വെയിറ്റേജ് ആണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസിൻ്റെ അത്ര ക്വസ്റ്റ്യൻ ചോദിക്കില്ല, ലെസ് വെയിറ്റേജ് അല്ല കേട്ടോ. ഈ ചാപ്റ്ററിൽ നിന്നൊരു മിനിമം 3 questions ഓൺ ആൻ ആവറേജ് ചോദിക്കും ഒരു ഇയറിൽ. പക്ഷേ വെയിറ്റേജ് നോക്കി പഠിക്കാൻ നിങ്ങൾ നിൽക്കരുത്. കാരണം വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റേഴ്സിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഈസി ക്വസ്റ്റ്യൻസ് കിട്ടും. സോ യു ക്യാൻ ആക്ച്വലി ഗോ ആൻഡ് റൈറ്റ് ഫോർ ദ എക്സാം വെരി ഈസിലി. നമുക്ക് അതിൻ്റെ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും എല്ലാ ചാപ്റ്ററും വായിക്കുന്ന കാര്യം വിടരുത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് PYQയിൽ ഡിസ്കസ് ചെയ്യാം. 12 marks ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് 12 mark നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. ബൈ, ടേക്ക് യു, ഗുഡ് നൈറ്റ്.